ക്യാമ്പിൻ്റെ തീം എന്തായിരുന്നു? റീവൈബ് അല്ലേ? റീവൈബ്. ഈ വൈബ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്തുവാ? വൈബ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്തുവാ? ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. വൈബ് എന്ന വാക്ക് നമ്മുടെ ഇടയിൽ ഒരു കോമൺ അല്ലേ? ചില ഫ്രണ്ട്സിനെ പറ്റി പറയും ഞങ്ങൾ ഭയങ്കര വൈബാണ്. ചിലർ പറയും പുള്ളി വന്നു കഴിഞ്ഞാൽ ആകെ നെഗറ്റീവ് വൈബാണ്, ശോകം അല്ലേ? ചിലരെ കാണും പറയും സംഭവം പോസിറ്റീവാന്ന് പറയും. സോ നമ്മളെല്ലാം ഒരു വൈബ് ലോകത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. സോ നമ്മുടെ ഡിക്ഷണറിയിലൊക്കെ നോക്കുമ്പം ഗൂഗിൾ മാതാപിതാ, ഗൂഗിൾ ദൈവം എന്നൊക്കെയാണ് അല്ലേ? ChatGPTയോടൊക്കെ ചോദിക്കുമ്പം തരുന്ന ആൻസേഴ്സൊക്കെ ഇങ്ങനെയാണ്. ഒരു ജനറൽ ഫീലിംഗ് ഓർ അറ്റ്മോസ്ഫിയർ, എന്താ പറയേണ്ടത്, അസോസിയേറ്റ് വിത്ത് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ് എന്നൊക്കെ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ ഇനിയുള്ള ഒരു മേ ബി 24 hours ആണെന്ന് തോന്നുന്നു എക്സാക്ട്ലി ഏകദേശം നമ്മുടെ മുമ്പിലുള്ളത്. സോ ശരിക്കും ഒരു പേഴ്സണുമായിട്ട് നമുക്ക് ശരിക്കും ഒരു വൈബ് ഉണ്ടാവണം. ആരായിരിക്കും ആ പേഴ്സൺ? നമ്മുടെ കർത്താവ് തന്നെ അല്ലേ? കർത്താവിനോട് നിങ്ങൾക്ക് ശരിക്കും ഒരു വൈബ് ഉണ്ടാവണമെന്ന് ഞങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ഗോഡ്ലി ഫ്രണ്ട്സിനെയും സീനിയേഴ്സിനെയും ഡിവൈൻ വർഷിപ്പ് സെൻറ്ററിൽ വന്നപ്പോൾ കണ്ടിട്ടുള്ള പാസ്റ്റേഴ്സിനെയും അങ്കിൾമാരെയും ആൻറ്റിമാരുടെയും ഒക്കെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. അല്ലാത്ത കുറേ ആൾക്കാരെയും കാണുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സോ നമ്മൾ ഒരുമിച്ച് നാട്ടുവർത്തമാനം പറയാൻ പോവാം. നിങ്ങളധികം മസിലൊന്നും പിടിക്കണ്ട. ക്യാമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം നമ്മളിങ്ങനെ കുറേ ആൾക്കാർ സ്റ്റേജിൽ വന്ന് മക്കളെ എന്നൊക്കെ നമ്മൾ വളരെ കാഷ്വലായിട്ട് നിങ്ങളുടെ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കാൻ ഞങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ റീവൈബ് എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ 3 വേർഡ്സ് വന്നു. നമ്മുടെ ഇന്നത്തെ നാളത്തെ സെഷൻസിലെല്ലാം ഈ വേർഡ്സ് ആവർത്തിച്ച് വരും. എസ്പെഷ്യലി എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത റിവൈവൽ എന്ന വേർഡാണ്. എന്താണ് റിവൈവൽ? ശരിക്കും കർത്താവ് നിങ്ങളിലൂടെ ഒരു ഉണർവ് കർത്താവ് എന്താ പറയുക ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു കർത്താവ് എന്നിലൂടെ ഒരു ഉണർവ് വേണമെന്ന്? നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അതുകൊണ്ട് നമ്മുടെ ബ്രോ കൈവക്കി സ്തോത്രം. ഈ യങ്സ്റ്റേഴ്സിനെ കാണുമ്പോൾ, ഈ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണുമ്പോൾ പപ്പന്മാരും മമ്മിമാരൊക്കെ ഒന്ന് കണ്ണടയ്ക്കണം. ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ ലോകമൊക്കെ പറയാൻ പോവാ. ചിലപ്പോൾ നിങ്ങളെ കാണുമ്പോൾ എല്ലാവരും പറയും ഇപ്പോഴത്തെ പിള്ളേർ രക്ഷപ്പെടുവോ ആവോ, അവന്മാരൊക്കെ അല്ല അങ്ങനെ ഒന്നും കണക്കല്ലെന്നേ ഇല്ലേ? നിങ്ങളെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പല ആൾക്കാരും ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, കാര്യം നിങ്ങളുടെ വൊക്കാബുലറിയും നിങ്ങളുടെ സ്റ്റൈലൊക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ്. പക്ഷെ ഞാൻ എപ്പോഴും നിങ്ങളെ കാണുമ്പോൾ എനിക്കുള്ള ഒരു സന്തോഷം, ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ ബൈബിളിൽ നഥനയേൽ എന്ന് പറഞ്ഞൊരാൾ ചോദിക്കുന്നുണ്ട്, ഈ നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഇനി നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരിൽ വല്ല നന്മ ഉണ്ടാവുമോ? അപ്പം അവിടെ പറയുന്ന മറുപടി എങ്ങനെയാണ്? വന്ന് കാൺമീൻ. ഫിലിപ്പോസിൻ്റെ മറുപടി എന്താ? വന്ന് കാൺമീൻ. സോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഞങ്ങളെ വന്ന് കാണ്, ഞങ്ങൾ ഡിവൈൻ വർഷിപ്പിലെ പിള്ളേരെ കാണ്. എത്ര പേര് തംസപ്പടിക്കും? എത്ര പേര് തംസപ്പടിക്കും? എത്ര പേര് ഉണ്ടോ? എൻ്റെ എനിക്ക് മോൻ്റെ പേര് മോനെ ഞാൻ കേട്ടില്ലല്ലോ. ബ്ലസ്സൻ. ബ്ലസ്സൻ കൈ തംസപ്പടിച്ച നിങ്ങളെല്ലാവരും തംസപ്പടിക്കണം. നിങ്ങൾ പറയണം ഞങ്ങളെ വന്ന് കാൺമീൻ. കർത്താവിൻ്റെ വൈബ് കാണണമെങ്കിൽ ഞങ്ങളെ വന്ന് കാണും. എത്ര പേര് തംസപ്പൊന്നടിക്കോ? വണ്ടർഫുൾ. ഞാൻ എല്ലാവരും നോക്കേ, ഞാൻ എല്ലാവരും കണ്ണിലൊക്കെ ശ്രദ്ധിച്ച് നോക്കുന്ന ആളെ, ഞാൻ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കും. സോ നിങ്ങളെ കാണുമ്പോൾ പറയണം. മൂന്നാമത് എൻ്റെ മനസ്സിൽ വന്നൊരു വാക്കിതാ, റിസൈൻ എന്ന പദമാണ്. റിസൈൻ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? രാജിവെച്ചൊഴി അല്ലേ? റിസൈൻ ചെയ്തു, ഇന്നയാൾ റിസൈൻ ചെയ്തെന്ന് പറയും. പലപ്പോഴും ഈ ക്യാമ്പിൽ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം, നമ്മളൊരു ഒപ്പിടാൻ വേണ്ടി ഇവിടെ വന്നേക്കുന്നത്. ഈ ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങളെ പുറത്ത് വിടുമ്പോൾ ചില സിഗ്നേച്ചർ ഇടിപ്പിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് വിടത്തുള്ളൂ. പലതരത്തിലുള്ള സിഗ്നേച്ചർ. ഒന്ന് ചിലപ്പോൾ നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മുടെ ഒരു നമ്മൾ ചിലപ്പോൾ കണ്ടീഷൻ അല്ലേ, സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിൻ്റെ സമയത്ത് വി ഹാവ് ടു ക്ലിക്ക് സം ബട്ടൺ അല്ലേ, എന്നാൽ മാത്രമേ നമുക്ക് അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളുടെ ക്രിസ്ത്യൻ ജേർണിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ടീനേജ് ജേർണിയിൽ ചില കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ നിങ്ങൾ ഒപ്പിടാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കണം. സോ ഞങ്ങളത് ശരിക്കും പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് ഒരു പക്ഷേ എന്താ പറയേണ്ടത്, നിങ്ങൾ ചിലപ്പോൾ ഇത്തിരി സ്ലോ ആയിരിക്കാം, ഇത്തിരി ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. കർത്താവേ എന്നാ ചെയ്യും? സോ നിങ്ങളൊന്ന് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി ചില പേപ്പർ ഞങ്ങൾ ഒപ്പിടിപ്പിക്കും. പാസ് പറഞ്ഞ് ഞങ്ങളുടെ പിള്ളേരെല്ലാം നല്ല പിള്ളേരാണെന്നാണ് പറഞ്ഞേ. സോ നല്ല പിള്ളേരുടെ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ കുറേ പേപ്പറിൽ ഒപ്പിടും. ഇനി മൂന്നാമതൊരു ഒപ്പിടലുണ്ട്. ചില ആൾക്കാർ പറയും ഈ ക്യാമ്പിനങ്ങ് പോയിട്ട് അങ്ങ് അവസാനിപ്പിച്ചേക്കാം, എന്തായാലും പാസ്റ്റർ വിളിച്ചു, അങ്കിളാണെ പുറകെ നടന്ന് ഫോൺ വിളി, അമ്മയ്ക്ക് മെസ്സേജ് വരുന്നില്ലേ, അപ്പുറത്തെ അവിടെ പോകുന്നടി നീ പോകുന്നില്ലേ, ഈ ക്യാമ്പിലൂടെ പോയിട്ട് ഞാൻ അങ്ങ് അവസാനിപ്പിച്ചേക്കാന്ന് വിചാരിച്ച് ചിലപ്പോൾ ചിലർ വന്നിട്ടുണ്ടാവും. സോ ആ റിസൈനിൻ്റെ പദം നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താ? റീസൈൻ.
നിങ്ങൾ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഒപ്പുവെക്കാൻ ആഗ്രഹത്തോടെ നിങ്ങളോടായിരിക്കണം. കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ദൈവത്തിന് സ്തോത്രം ചെയ്യും. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പതുക്കെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നേ. ലിൻ്റെ പിള്ളേർ അടിപൊളിയല്ലേ? സ്മാർട്ടാണ്. ആണല്ലേ? സ്മാർട്ടാണ്. ഓക്കെ. ഞാൻ എറണാകുളത്ത് നിന്ന് കയറിയപ്പോൾ എൻ്റെ കൂടെ പോകുന്നൊരു സഹോദരി കേട്ടോ, എൻ്റെ ഭാര്യയാണ് കേട്ടോ. ഓക്കെ. സോ ഇടയ്ക്ക് അങ്കിൾ ഇൻട്രോ പറഞ്ഞപ്പോഴേ ഓർത്ത് പിന്നണിയിലാണ് ഞാൻ എൻ്റെ ഭാര്യനെ വിളിക്കുന്നത് കീ നോട്ട് ലിൻഡാമ്മ എന്നാണ്. അതായത് ഞാൻ എന്ത് കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യ എന്ന് കാണിക്കും. ഭാര്യ ഇങ്ങനെ നോക്കിയിട്ട് പറയും, അച്ഛ ഇവിടെ ഇങ്ങനെ കാര്യം കറക്റ്റ് ചെയ്യണം, ഇതിൽ മണ്ടത്തരമുണ്ട്, ഇത് ലോജിക്കലി പിള്ളേർക്ക് മനസ്സിലാവത്തില്ല. സോ ഷീ ഓൾവേസ് ഹെൽപ്പ് മീ. ലിൻ്റെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. സോ നമ്മൾ സെറ്റല്ലേ? ഓക്കെ. നമ്മൾ ഒരു വാക്യം വായിച്ചുകൊണ്ട് പതുക്കെ നമ്മൾ നമ്മുടെ സെഷൻസ് ആരംഭിക്കാൻ പോവുക. ഒരു വാക്യം വായിച്ചുകൊണ്ട് നമ്മൾ പതുക്കെ നമ്മുടെ സെഷൻ ആരംഭിക്കാൻ പോവുകയാണ്. ഒരു വാക്യം നമ്മൾ ഒരുമിച്ച് സ്ക്രീനിൽ നോക്കി വായിക്കാൻ പോവുകയാണ്. ആ വാക്യം ഇതാണ്, സങ്കീർത്തനങ്ങൾ 18. നിങ്ങളുടെ എല്ലാം നോട്ട്ബുക്ക് ഉണ്ടോ? ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് വീശി കാണിച്ച്. ബൈബിൾ ഉള്ളവരൊക്കെ വീശി കാണിച്ചേ. ഓക്കെ. ഇനി നോട്ട്ബുക്ക് ഉള്ളവരൊക്കെ ഒന്ന് വീശി കാണിച്ച്. നോട്ട്ബുക്ക് ഉള്ളവരുണ്ട്. പാസ്റ്റങ്ങൾ വരെ അവിടെ വീശി കാണിച്ചിട്ടുണ്ട്. ഓക്കെ. നോട്ട്ബുക്ക് എല്ലാവരും വീശി കാണിച്ചു. നിങ്ങളുടെ പെന്നൊക്കെ ഒന്ന് വീശി കാണിച്ച്. പെൻ. സോ നിങ്ങൾ എന്നെ മറന്നാലും ഞങ്ങളെ മറന്നാലും ഞങ്ങളിവിടെ പറയുന്ന കാര്യം മറക്കില്ലെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. സോ യു ഹാവ് ടു ടേക്ക് നോട്ട്സ്. നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുള്ളായ, നിങ്ങളുടെ ലൈഫിനെ ഒത്തിരി ക്ലാരിറ്റി തരുന്ന, നിങ്ങളുടെ കൺഫ്യൂഷൻസ് മാറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളോട് പതുക്കെ സംസാരിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഒരുമിച്ച് ഈ വാക്യം വായിക്കാൻ പോവാണേ. സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം 28-ാം വാക്യം. മലയാളം വായിക്കൂല കുറേ ആൾക്കാർ. ഐ വിൽ ഡിസ്പ്ലേ ഇംഗ്ലീഷ് വേഴ്സസ് ഓൾസോ. സോ നമ്മൾ മലയാളം ആദ്യം ഒന്ന് വായിക്കാൻ പോവാണേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവമേ നീ എൻ്റെ ദീപത്തെ കത്തിക്കണേ, ആക്സിലറേറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ ദൈവമേ നീ എൻ്റെ ലൈഫിൻ്റെ അല്ലെങ്കിൽ ദീപത്തെ കത്തിക്കണേ, ശരിക്കും എനിക്ക് വെളിച്ചം തരണേ, കൺഫ്യൂഷൻ മാറണേ, ക്ലാരിറ്റി തരണേ. രണ്ടാമത്തെ ഭാഗം, ദൈവമേ എവിടെയൊക്കെയോ ഡാർക്ക് കുറച്ചുണ്ട്, പപ്പയ്ക്കും മമ്മിക്കൊന്നും അറിയില്ല, പാസ്റ്റർ അടുത്ത് വരുമ്പോഴേ ഞാൻ പാട്ടൊക്കെ പാടുന്നുണ്ട്, പക്ഷെ എവിടെയൊക്കെയോ ഉണ്ട്, യു നോ അല്ലേ, നിങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് അറിയാം. കർത്താവേ ആ ഡാർക്കൊക്കെ മാറ്റി ശരിക്കും ഞങ്ങൾക്ക് കർത്താവിനെ സ്നേഹിക്കണമെന്ന്. ഇതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോടെ ഞാനൊന്ന് സ്ക്രീനിൽ കാണിക്കാം. ഒന്ന് വായിക്കാമോ? റെഡി? 1 2 3 സ്റ്റാർട്ട്. കീപ് മൈ ലാമ്പ് ബേണിംഗ്, മൈ ഗോഡ് ടേൺസ് മൈ ഡാർക്ക്നെസ് ഇൻ ടു ലൈറ്റ്. സോ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഒരു നിമിഷം കണ്ണുകളെല്ലാവരും അടയ്ക്കാമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവമേ കുഞ്ഞുങ്ങളുടെ മുൻപാകെ സംസാരിക്കാൻ പോവുകയാണ്. അപ്പാ ദൈവമേ, ഞങ്ങൾ തയ്യാറാക്കിയ ഒരു സന്ദേശം ദൈവമേ, തയ്യാറാക്കിയ സന്ദേശം ഞങ്ങളുടെ മുൻപിലുണ്ടെങ്കിലും ദൈവഹിതമല്ലാത്ത ഒരൊറ്റ വാക്കും ഞങ്ങളുടെ വായിൽ നിന്ന് വരല്ലേ അപ്പാ. ദൈവമേ, ഒരപ്പൻ്റെ ഒരമ്മയുടെ ആർദ്രതയോടെ ഞങ്ങൾക്ക് ഇവരോട് സംസാരിക്കണം, ഒരു ഇടയൻ്റെ ഗൗരവത്തോടെ ഇവരോട് സംസാരിക്കണം, ഒരു നല്ല ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ടോണിൽ തന്നെ ഞങ്ങൾക്ക് ഇവരോട് സംസാരിക്കണം. ഞങ്ങളുടെ വാക്കുകൾ ദൈവത്തിൻ്റെ സിഗ്നേച്ചർ തന്നെ ആയിരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. ഇവരുടെ ഹൃദയത്തിന് നല്ല ഏകാഗ്രത കൊടുക്കണമേ. ശരിക്കും ഒരു ഡിസ്ട്രാക്ഷനൊക്കെ ഉള്ളൊരു ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ദൈവമേ കർത്താവ് ശരിക്കും ഏകാഗ്രതയോടെ ഇനിയുള്ള മിനിറ്റുകളിരിക്കാൻ ഈ കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവ് ഹൃദയത്തെ അങ്ങ് തുറക്കണമേ. ക്രിസ്തുവിൽ അവരുടെ ഹൃദയത്തെ കണക്ട് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സോ നമ്മൾ പതുക്കെ ഒരു വിഷയം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഞാനിങ്ങനെ നമ്മുടെ നദനയൽ ബ്രോയോട് ഇങ്ങനെ കുറേ ടോപ്പിക്സൊക്കെ സംസാരിച്ചപ്പോൾ എവിടെ തുടങ്ങണം, കാര്യം സാധാരണ ക്യാമ്പ് മോഡിൽ എനിക്കൊന്ന് ഇവിടുത്തെ ടൈം ടേബിളൊക്കെ ഒന്ന് മാറിപ്പോൾ അല്ലേ ഫസ്റ്റ് രാവിലെ തൊട്ട് തുടങ്ങണം എന്നൊക്കെ ചിന്തിച്ചു. അപ്പം ഏത് മോഡിൽ തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. അപ്പം ഞങ്ങളൊരു അൺയൂഷ്വൽ പാറ്റേണിലാണ് തുടങ്ങുന്നത്. സാധാരണ രണ്ടാമതോ മൂന്നാമതോ ഒക്കെ എടുക്കുന്ന സെഷൻ ഞങ്ങളങ്ങ് ഫസ്റ്റ് എടുക്കാൻ പോവാം അല്ലേ ലിൻഡ? അല്ലേ? ലിൻഡയും പറഞ്ഞു അച്ഛാ ഇത് എടുക്കണോ, ആദ്യം എടുക്കണോ? ബട്ട് ഐ തോട്ട് നിങ്ങളുടെ ലോകമാണ്, പപ്പമാരും മമ്മിമാരും എല്ലാവരും ഇടയ്ക്കൊക്കെ ഞാൻ കണ്ണടയ്ക്കാനൊക്കെ പറയും, നിങ്ങളുടെ ലോകത്തേക്ക് ഞങ്ങൾ സ്ട്രെയിറ്റ് അവയെ അങ്ങ് ലാൻഡ് ചെയ്യാൻ പോവാം. ഓക്കെ, നിങ്ങളുടെ ലോകത്തേക്ക് അങ്ങ് ഇറങ്ങി പതുക്കെ സംസാരിക്കാനാണ് ഞങ്ങൾ പതുക്കെ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഒരു പക്ഷേ കൊച്ചു പിള്ളേരുണ്ട്, ഞങ്ങളൊരു 12 വയസ്സിന് മുകളിലുള്ളവരെയാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. സോ അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ സംസാരത്തിൽ ഇത് നമ്മൾ സാധാരണ എവിടെ കാണുന്നത്? യൂസ് ഹെഡ്ഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് എവിടെ കാണുന്നത്? എവിടെ മോളെ കാണാറുള്ളത്? മോളുടെ പേരെന്തായിരുന്നു? ഋതിക. സാധാരണ ഇവിടെ എവിടെയാണ് കാണാറുള്ളത്? യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ടോ?
ബ്രോ കണ്ടിട്ടുണ്ടോ? വീഡിയോസൊക്കെ കാണുമ്പോഴാണ് നമ്മൾ സാധാരണ കാണുന്നത്. ഇതെന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അശ്രദ്ധ നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്നല്ലേ. സോ അതിൻ്റെ ബൈബിൾ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേൾപ്പാൻ ചെവിയുള്ളവൻ. സോ ശരിക്കും കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാവണം. ഞങ്ങൾ പതുക്കെ ആ വിഷയത്തിലേക്ക് പതുക്കെ ഒന്ന് പ്രവേശിക്കുക. ഇതാണ് നമ്മുടെ ടോപ്പിക്. സ്ക്രീനിൽ കുറേ ഞങ്ങൾ നാടൻ വർത്തമാനമാണ് പറയാൻ പോകുന്നത്. പ്രണയം, മാരേജ്. ഒരു പക്ഷേ പപ്പയും മമ്മിമാരൊക്കെ ഓർക്കും ഞങ്ങളുടെ കുഞ്ഞു കൊച്ചാ, 8 വയസ്സേ ആയുള്ളൂ, 15 വയസ്സേ ആയുള്ളൂ, 12 വയസ്സേ ആയുള്ളൂ. ബട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന, ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരിൽ കാണുന്ന, നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഞങ്ങൾ പതുക്കെ അഡ്രസ്സ് ചെയ്യാൻ പോവുക. ഡേറ്റിംഗ് ആപ്സ്, മാരേജ്, ഡെലൂഷൻഷിപ്പ്, റൊമാൻസ്, ബെഞ്ചിങ്, പ്യാർ, ബെസ്റ്റ്, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? പപ്പന്മാരും മമ്മേരിക്കുന്ന കണ്ണടച്ച് ഈ സാധാരണ ഈ പപ്പന്മാരും മമ്മേരിക്കും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ. സോ പതുക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പതുക്കെ സംസാരിക്കാൻ പോവാം. സോ നിങ്ങളുടെ നോട്ട്ബുക്ക് ഉണ്ടാവണം, ബൈബിൾ ഉണ്ടാവണം. നമ്മൾ ഒരുമിച്ച് നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. നിങ്ങളോട് പതുക്കെ ഞങ്ങൾ ഈ ടോപ്പിക്കിന് കൊടുത്തിരിക്കുന്ന പേര് റിലേഷൻഷിപ്സ് എന്നാണ് ഈ ടോപ്പിക്കിന്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ചോദ്യം ഉണ്ടാവും. പക്ഷെ പപ്പന്മാരും മമ്മിമാരും ഇരിക്കും, നമുക്ക് ചോദിക്കാൻ പറ്റൂല. ഇനി അഥവാ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ തെറ്റിദ്ധരിക്കും. ബട്ട് നിങ്ങളുടെ ലോകത്തിൽ ഇങ്ങനെ ക്യാമ്പുകളിൽ കിട്ടിയുള്ള കുറേ ക്വസ്റ്റ്യൻസ് കാണിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ലിൻഡ വേണമെങ്കിൽ ഫസ്റ്റ് വേണമെന്ന് വായിച്ചു. നല്ല പെൺകുട്ടികളെ കാണുമ്പോൾ അറിയാതെ തന്നെ നോക്കി പോകുന്നു സർ, ഇത് ഏത് രീതിയിലുള്ള തെറ്റാണ്? ബോയ്സിനെ കാണുമ്പോഴും അറിയാതെ നോക്കി പോകുന്നു. പല ആൾക്കാരും ചോദിക്കുക ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ തോന്നുന്നു, ടീനേജ് പ്രായത്തിൽ തോന്നുന്നു, എന്ത് ചെയ്യണം? ഇത് തെറ്റാണോ ശരിയാണോ? ഭക്തനായൊരു ചെറുപ്പക്കാരനാണേ. എല്ലാവരെയും സ്നേഹിക്കണമെന്ന് യേശു പറഞ്ഞു. അത് കേട്ട് ഞാൻ കഷ്ടപ്പെട്ടൊരു പെണ്ണിനെ സ്നേഹിച്ചപ്പോൾ അത് തെറ്റാന്ന് പറയുന്നു. അത് ശരിയാണോ? ശരിക്കും ഭക്തനായൊരു ചെറുപ്പക്കാരന്. കുഞ്ഞു പിള്ളേരെ വല്ല മാറ്റണം എന്നുണ്ടെങ്കിൽ മുതിർന്ന ആൾക്കാർക്ക് ചിന്തിക്കണമെങ്കിൽ അത് യു ക്യാൻ ടേക്ക് കെയർ കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇത് കുറച്ചുകൂടെ ഭക്തനായ ഒരു വിശ്വാസി പയ്യനാന്ന് തോന്നുന്നു കേട്ടോ. കല്യാണം കഴിക്കണമെന്നത് ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് ദൈവത്തിൻ്റെ 2ാം വരവ് ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചാൽ തെറ്റുണ്ടോ? ദൈവം കേൾക്കുമോ? അതല്ലേ അല്ലേ? പുള്ളിയുടെ ഭയങ്കര പ്രാർത്ഥനയാണ്. പുള്ളി വേറെ ഒന്നും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല. അടുത്തത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ചോദിക്കുന്ന ചോദ്യമാണ്, വീട്ടുകാരുടെ ആലോചന പ്രകാരം 1 കപ്പ് ചായയുടെ സമയം കൊണ്ട് മാത്രം പരിചയപ്പെട്ട ഒരു പെണ്ണിനെ ജീവിതസഖി ആക്കുന്നതാണോ നല്ലത്, അതോ കുറേ കാലങ്ങൾ കൊണ്ട് പരസ്പരം അറിഞ്ഞ് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ജീവിതസഖി ആക്കുന്നതാണോ നല്ലത്? എപ്പോഴും യങ്സ്റ്റേഴ്സ് ചോദിക്കുന്ന ചോദ്യമാണ്. പപ്പയോടും മമ്മിയോടും ചിലപ്പോൾ ചോദിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചോദിച്ചാൽ തെറ്റിദ്ധരിക്കാം. ഇനി അടുത്തത് ഇത് ഈ ഇടയ്ക്ക് കിട്ടിയതാണ് കേട്ടോ. ഒരാത്മാവിനെ നേടാനായി പ്രണയിക്കുന്നത് തെറ്റാണോ? ഇത് സെഷൻ കഴിഞ്ഞപ്പോൾ പുള്ളി ക്വസ്റ്റ്യൻ ബോക്സിൽ ഇട്ടാ കേട്ടോ. പാസ്റ്റങ്ങളെ ഇവിടെ ക്വസ്റ്റ്യൻ ബോക്സ് ഒക്കെ ഒന്ന് വെച്ചാൽ ഇപ്പമല്ല, നാളത്തേക്കൊന്ന് രാത്രിയിലൊക്കെ വെക്കുന്നല്ലായിരിക്കും. ഡൺ ബ്രോ, താങ്ക് യു. ഉണ്ടോ? പുള്ളി ഇട്ടതാണ്, പ്രണയിക്കുന്നത് തെറ്റാണോ? ഏസ് ഓർ നോ? ഇത് മാത്രം പറഞ്ഞാൽ മതി, വിവരിക്കണ്ട. ചേച്ചി, ചേട്ടാ, സപ്പോർട്ട് ചെയ്ത് പറയണേ. കൂട്ടത്തിലൊരു ഹാർട്ട് ഇമോജി പുള്ളി ഇട്ടിരിക്കുന്നതാണ്. അടുത്തൊരു ചോദ്യം. ഒരു ചർച്ചിലുള്ള 2 പേര് തമ്മിൽ പ്രണയിച്ചു. അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അറേഞ്ച്ഡ് മാരേജ് പോലെ വീട്ടിൽ വന്നു, വീട്ടുകാർക്കും ഓക്കെയാണ്. പക്ഷെ ലവ് മാരേജ് ആണെന്ന് വീട്ടിൽ അറിയില്ല. ഇത് തെറ്റാണോ? പറ്റിച്ചേ അല്ലേ? അടുത്തത് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ശരിയാണോ? ബാംഗ്ലൂരും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും UK പല പിള്ളേർ പറഞ്ഞു, അച്ഛാ അവിടെ ചെന്നിട്ട് വേണം ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ട്. സോ ഒരു ചോദ്യമാണ്, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, അത് തെറ്റാണോ? ഒരുപാട് സ്നേഹിച്ചു പോയി, മറക്കാൻ പറ്റണില്ല, അത് തെറ്റാണോ? ഞാനിത് വായിച്ചപ്പോൾ മോനെ നീ ആദ്യം ഒന്ന് മലയാളം എഴുതാൻ പഠിക്കുക. പുള്ളിയുടെ ഹൃദയമാണ് പുള്ളി എഴുതി വെച്ചിട്ടുള്ളത്. അടുത്തത് ഇത് കോവിഡിന് ശേഷം കിട്ടിയതാ. ഇപ്പോൾ പ്രേമിക്കണ്ടായിരുന്നു തോന്നുന്നു. ഞാനിപ്പോൾ തേച്ച് കഴിഞ്ഞാൽ ഒരാളെ വിഷമിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അതിൻ്റെ വിഷമത്തിൽ അവൾ ആത്മഹത്യ ചെയ്താൽ ആ പാപം തലയിലിരിക്കില്ലേ? ഞാൻ എന്ത് ചെയ്യും? ചിലപ്പോൾ അവളുടെ വീട്ടുകാർ എന്നെ പെട്ടിയിലാക്കില്ലേ? ആക്കാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മനസ്സിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്നാണല്ലോ. ഇന്ന് പല പേരൻസും നമ്മുടെ ഇഷ്ടം അംഗീകരിക്കുന്നില്ല, എന്നാലും അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്നാണല്ലോ. അപ്പോൾ പിന്നെ അപ്പനെയും അമ്മയും കാണിക്കുന്ന പെണ്ണിനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കണം. പുള്ളി അത് എഴുതാൻ വേണ്ടി കുറേ ആലോചിച്ചിട്ടാണ് തോന്നുന്നു എഴുതിയത്.
സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ അല്ലേ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണോ? ഒന്ന് തംസപ്പ് അടിക്കാമോ? എൻ്റെ ഒപ്പമാണോ? നിങ്ങൾ ചിന്തിക്കുന്നതിന് ചുറ്റും കാണാം എല്ലാവരും കാണിച്ചു. ഓക്കെ, സ്ത്രീധനം വാങ്ങുന്നത് ശരിയാണോ? ഗേൾസ് ശരിയാണോ? പേരൻസിന് വേണമെങ്കിൽ ചായ കുടിച്ചിട്ട് വരാം എന്ന് പാസ്റ്റർ ഇവിടെ തന്നിട്ടുണ്ട്. കാര്യം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷനാണ്. സോ ഗേൾസ് ഉത്തരം പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളിതിന് ഉത്തരം ഇനി പറയുന്നതല്ല. ലോങ് ഡിസ്റ്റൻസിലുള്ള പ്രണയത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളും ഗുണങ്ങളും എന്തൊക്കെയാണ്? വീട്ടിലുള്ളവരുടെ വിശ്വാസം എങ്ങനെ കൈവശമാക്കാം? 18 വയസ്സായിട്ടും ഫ്രീഡം തരുന്നില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ വിടുന്നില്ല. നിൻ്റെ ഈ ഇടയ്ക്ക് എന്തൊരു ചോദ്യം വന്നായിരുന്നല്ലോ, അതെങ്ങനെയായിരുന്നു? കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ ബോക്സിൽ വന്നു, വൈ ഡിഡ് ഗാന്ധിജി കം? അതായത് ഗാന്ധിജി വന്നിട്ടും എനിക്ക് എൻ്റെ വീട്ടിൽ ഫ്രീഡം ഇല്ല, എൻ്റെ സ്കൂളിൽ ഫ്രീഡം ഇല്ല, എൻ്റെ ചർച്ചിൽ ഫ്രീഡം ഇല്ല. സോ ഞാൻ ആ മോനോട് പറഞ്ഞു, മോനെ, ഗാന്ധിജി ഡിഡൻറ്റ് കം ടു സെറ്റ് തിങ്സ് അറ്റ് യുവർ ഹോം. ഗാന്ധിജി വന്നത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അടുത്തൊരു ചോദ്യം, നമ്മളെക്കുറിച്ച് മോശമായ സംസാരങ്ങൾ പുറത്തു വരുമ്പോൾ എങ്ങനെ അതിനോട് പ്രതികരിക്കണം? സോ ഇതൊക്കെ ഒരു പക്ഷേ എല്ലാ പ്രായത്തിലും ഞങ്ങളുടെ പ്രായത്തിലൊക്കെ ഹൃദയത്തിൽ വന്നുള്ള ചോദ്യങ്ങളാണ്. സോ നമ്മൾ ഇതിലൂടെ എല്ലാം പതുക്കെ ഒന്ന് ഡീപ്പറായിട്ടൊന്ന് സഞ്ചരിക്കാൻ പോവുകയാണ്. ഓക്കെ, വേറൊരു ചോദ്യം കൂടിയുണ്ട്. സെക്ഷൽ ഇമ്മോറാലിറ്റി കൈവിട്ടുപോയി, എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ അടുക്കൽ മടങ്ങി വരാൻ പറ്റുമോ? ഇനി ഇത് വനിതയിൽ വന്നൊരു ചോദ്യമാണ്. എത്ര വയസ്സിൽ കല്യാണം കഴിക്കണം? പല അഭിപ്രായങ്ങൾ പറയുന്നു. പെണ്ണ് കാണലിനൊപ്പം ആണ് കാണൽ വേണമെന്നും പെൺപിള്ളേർ ഇപ്പോൾ പറയാറുണ്ട്. വേണം, വേണ്ട, ആണ് കാണലും വേണം. വിവാഹപ്പേടി, നമ്മുടെ പല പെൺപിള്ളേർക്കും കല്യാണം കഴിക്കാൻ പേടിയാണ്. അതിന് പല കാരണങ്ങളാണ്. സ്വാതന്ത്ര്യം നഷ്ടപ്പെടും, വീട്ടുകലഹം സഹിക്കാൻ പറ്റുന്നില്ല, ഗർഭധാരണം, പ്രസവം പേടിയാണ്, വിവാഹം പരാജയപ്പെടുമോ എന്ന പേടി, പാചകം ഇഷ്ടമല്ല. ചില പിള്ളേർ പറയും സ്വിഗ്ഗിയും യൂബറും സൊമാറ്റോയും ഉണ്ടെങ്കിൽ ആ വീട് നമുക്ക് പ്രിഫർ ചെയ്യാം. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതെല്ലാം എല്ലാവരുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലുള്ള പല കുഞ്ഞുങ്ങളിൽ എൻ്റെ പറയാറുണ്ട്, പല ഗേൾസും പറയും കല്യാണം കഴിക്കാൻ ഭയങ്കര പേടിയാണ്. ചുറ്റും കാണുന്നത്, ഒരു പക്ഷേ സഭയിൽ പോലും പലത് കാണുന്നത് കണ്ടിട്ട് ഭയം കൊണ്ട് മാറി നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സോ നിങ്ങളോടെല്ലാം ഞങ്ങൾ ഹൃദയം തുറന്ന് പതുക്കെ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സോ ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ചോദ്യങ്ങൾ തന്നെയാണ് അല്ലേ? ബിക്കോസ് നമ്മൾ ഗ്രോ അപ്പ് ചെയ്യുന്ന ഒരു സമയത്ത് പല ഇമോഷണലായിട്ടും ഇൻ്റലക്ച്വലായ കോൺഫ്ലിക്ട്സ് വരും അല്ലേ? നമുക്കിത് ആരോട് ചോദിക്കണം അല്ലേ? എന്നെ മനസ്സിലാക്കുമോ അതോ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുമോ? ആരെന്നോട് റിലേറ്റ് ചെയ്യും എന്ന് പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ട്. സോ ഞങ്ങളുടെ ഒരു ലോങ് ജേർണിയിൽ, അതായത് നമ്മളും ഈ ഏജിൽ കൂടെ പാസ് ചെയ്തു, പിന്നെ നമ്മൾ യങ് പീപ്പിളിലൂടെ വർക്ക് ചെയ്ത് വി ഹാവ് ലോട്ട് ഓഫ് ലേണിങ്സ്, വി ഹാവ് സീൻ ബോത്ത് ദ ഗുഡ് ആൻഡ് ദ ബാഡ് തിങ്സ്. അപ്പം നമ്മൾ ഈ സെഷൻ എടുക്കുന്നത് ശരിക്കും നിങ്ങളോട് ഭയങ്കര സ്നേഹം ഉണ്ടായതുകൊണ്ടും നിങ്ങളെ കെയർ ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടണം. പ്രത്യേകിച്ച് ഇതൊരു എസ് ഓ നോ ആൻസർ അല്ല. ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ അങ്ങനെ പറയാനുള്ളൊരു എസ് എൻ ഒ അല്ല. ഇത് ശരിക്കും നിങ്ങൾ വളരെ ക്ലിയറായി ചിന്തിക്കാനും, പ്രത്യേകിച്ച് എങ്ങനെ ഗോഡ്ലി ആയി ചിന്തിക്കാം, എങ്ങനെ ഗോഡ്ലി ആയിട്ട് യങ് ലൈഫിനെ നമുക്ക് എന്താ പറയുക ക്യാരി ചെയ്യാം, നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സമയമാകുമ്പോൾ എങ്ങനെ ഒരു ഗോഡ്ലി ആയൊരു ഡിസിഷൻ എടുക്കാം, അതാണ് ഞങ്ങൾ ഈ സെഷൻ മുഖാന്തരം ഉദ്ദേശിക്കുന്നത്. സോ ടു സ്റ്റാർട്ട് വിത്ത് ദിസ് സെഷൻ, എനിക്കറിയാം ഇവിടെ ടീനേജേഴ്സ് ഉണ്ട്. സോ ഞാൻ അവർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സോ എനിക്കറിയാം നിങ്ങൾ ജനിച്ചത് തന്നെ ഭയങ്കര ഡിജിറ്റൽ സിറ്റിസൺസ് ആയിട്ട്. കാരണം വളരെ ചെറിയ ഏജിൽ നിങ്ങൾ ത്രൂ മീഡിയ യു ഹാവ് സീൻ എ റൊമാൻറ്റിക് സീൻ അല്ലേ, റൊമാൻറ്റിക് മൂവീസ്, റൊമാൻറ്റിക് സോങ്സ് നമ്മൾ ചെറിയ പ്രായത്തിൽ ഇത് കാണുന്നുണ്ട്. യു ഹാവ് റൊമാൻറ്റിക് ഐഡിയാസ്, നമ്മൾ കണ്ടതും കേട്ടതും എല്ലാം ഉണ്ട്. ഐ വിൽ ടെൽ മൈ സ്റ്റോറി. ഇപ്പം എൻ്റെ സമയത്ത് നമുക്ക് ഡിജിറ്റൽ സാധനങ്ങളൊന്നും വന്നിട്ടില്ല. ടി വി തന്നെ എൻ്റെ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. മോസ്റ്റ് ഓഫ് മൈ ചൈൽഡ്ഹുഡ് ടി വി ഇല്ല. ഒരു ചെറിയ ടൈമിൽ ടി വി ഉണ്ടായിരുന്നു, അതും വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ സാധാരണ എല്ലാ ആൾക്കാരും കണ്ടിട്ടുള്ള മോസ്റ്റ്ലി മൂവീസിലോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല. സോ അപ്പം അങ്ങനെയുള്ള എനിക്ക് എൻ്റെ സിക്സ് സ്റ്റാൻഡേർഡിലാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടൊരു റൊമാൻറ്റിക് എക്സ്ചേഞ്ചൊക്കെ ഞാൻ കാണുന്നത്. അപ്പം ഞാനത് കാണുമ്പോൾ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഐ വാസ് വെരി ക്യൂരിയസ്, ഐ വാസ് വെരി എക്സൈറ്റഡ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവർ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യും, ഒരുമിച്ച് സംസാരിക്കും, ഇവർ ഗിഫ്റ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യും. അതെനിക്ക് ഭയങ്കര കൂടുതൽ എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പം നമുക്കിത് കാണുമ്പോൾ ഞാനും ഇങ്ങനെ ചിന്തിക്കും, ഷോ എനിക്കും ഇങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന്
ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. സോ പക്ഷേ ഇറ്റ്സ് വെരി ട്രൂ അല്ലേ, ഒരു ഏജിൽ നമുക്ക് ഇങ്ങനത്തെ ചിന്തകളൊന്നുമില്ല, നമുക്ക് നമ്മുടെ പേരൻസ് ആ വലുത്. ഗേൾസിന് പ്രത്യേകിച്ച് ഫാദർ ഒരു ഹീറോ ഫിഗർ ആയിരിക്കും. ഇഫ് ദ ഫാദർ ഇസ് എ വെരി ഗോഡ്ലി പേഴ്സൺ. സോ അങ്ങനെ ആയിരിക്കും. ഇത് പെട്ടെന്ന് മാറും. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയി കഴിയുമ്പം ഇതൊക്കെ മാറും. പിന്നെ ഫ്രണ്ട്സ് പറയുന്നത് വല്ലത് അവരുടെ ഒരു ആ ഒരു നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലെപ്പോഴും ഇൻക്ലൂസീവായിട്ട് ഇരിക്കാൻ ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടാനൊക്കെ നമ്മൾ എപ്പോഴും ശ്രമിക്കും. അവർക്ക് ഇഷ്ടമില്ലാത്തൊന്നും നമ്മൾ ചെയ്യത്തില്ല. സോ ആ ഫ്രണ്ട്ഷിപ്സൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ എന്താ പറയുന്നത് ഒരു സ്പെഷ്യൽ ഫീലിംഗ്, സ്പെഷ്യൽ അട്രാക്ഷനൊക്കെ ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഒരു കാര്യത്തിലൂടെ പറഞ്ഞത്. ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് ഭയങ്കര ഫൺ ലവിങ് പേഴ്സണെയാണ് ഇഷ്ടം. ചിലർ പറയും എനിക്ക് പഠിക്കുന്ന ബുദ്ധിജീവിനെയാണ് ഇഷ്ടം. ചിലർ പറയും എനിക്ക് പ്രകൃതി സ്നേഹിനെയൊക്കെ ഇഷ്ടം. ഈ ഇടയ്ക്ക് ഒരു പയ്യനെ കണ്ടു, അവൻ ഇട്ടിരിക്കുന്ന ഇൻസ്റ്റാ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് കൃത്യം മറന്നുപോയി, എന്താ ഈ ഫോറസ്റ്റ് എന്താ കൺസർവേഷനിസ്റ്റ്, അങ്ങനെ പാഷനുള്ള പ്രകൃതി സ്നേഹി എന്നൊക്കെയാണ്. സ്വന്തം വീട്ടിൽ പുള്ളി ഒരു കരിവേപ്പില പോലും നട്ടിട്ടില്ല. പുള്ളിക്ക് ഇങ്ങനെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് പുള്ളി അങ്ങനെ ബയോ ആക്കിയിട്ടുള്ളത്. സോ പല രീതിയിലായിരിക്കും ബോയ്സും ഗേൾസും അട്രാക്റ്റഡ് ആവുന്നത്. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ക്ലാസ്സിലൊക്കെ പറയത്തില്ല ക്രഷ് അല്ലേ, ക്രഷ് തോന്നി എന്നൊക്കെ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേരുടെ എല്ലാം പറയും ടോവിനോട് ക്രഷാണ്, അല്ലെങ്കിൽ എന്താ ലേറ്റസ്റ്റ് ആയ ഒരാളോട് ക്രഷാണ്, ഇങ്ങനെ എപ്പോഴും പറയുന്ന യങ്സ് ബാച്ചേഴ്സൊക്കെ എപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വിമൻ സ്പോർട്സ് ഒക്കെ ഒത്തിരി ഇന്ന് പോപ്പുലർ ആയതുകൊണ്ട് വിമൻ പ്ലെയേഴ്സിനെ ക്രഷ് ഓഫ് ഇന്ത്യ എന്നൊക്കെ ചില വിമൻ പ്ലെയേഴ്സിനെ പറ്റി പറയാറുണ്ട്. സ്മൃതി മന്ദാന എനിക്കൊന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ കുറച്ച് നാൾ മുമ്പായിരുന്നു. ഇപ്പം എനിക്കൊന്ന് മേ ബി പുതിയ പ്ലെയേഴ്സൊക്കെ വന്നു. വൈഭവ് സൂര്യവംശിയൊക്കെ ആയിരിക്കും ഇപ്പം അല്ലേ, 14 വയസ്സിൽ ഈ ഇടയ്ക്ക് ഒരാൾ സെഞ്ചുറിയൊക്കെ അടിച്ചു. അല്ലെങ്കിൽ BTS ഫാൻസൊക്കെ ആയിരിക്കും നിങ്ങൾ പല ആൾക്കാരും. സോ നമുക്ക് അട്രാക്റ്റീവായി തോന്നുന്നതിനോടുള്ള ഇമോഷണൽ റെസ്പോൺസിനെയാണ് ക്രഷ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താ ഇപ്പം നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു പ്രായത്തിൽ വാട്ട്സ് റിയലി ഹാപ്പനിങ് ടു യു, ഒരു 5 കാര്യങ്ങളാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന 5 കാര്യങ്ങൾ ഞങ്ങൾ പറയാം. ഇനി തൊട്ട് നിങ്ങൾ നന്നായി നോട്ട് ചെയ്തിരിക്കണേ. വാട്ട്സ് ഹാപ്പനിങ് 5 കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവാം. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് യു ആർ ഗ്രോയിങ് അപ്പ്. നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ നിങ്ങൾ കുഞ്ഞ് ബേബി ആയിരുന്നപ്പോൾ നിങ്ങൾക്കൊരു പേരുണ്ടെന്ന് വെച്ചോ, തക്കുടു. അപ്പോൾ പപ്പയും മമ്മിയും നിങ്ങളെ വിളിക്കും തക്കുടുവേ, കുക്കുടുവേ, ബേബിയേ, മുത്തേ, പൊന്നെ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു 3-4 വയസ്സ് 5 വയസ്സൊക്കെ തക്കുടുക്കെ സഹിച്ചു. നിങ്ങളൊരു ടീനേജർ ആകുമ്പം സ്കൂളിൽ വരുമ്പം എല്ലാവരും വിളിച്ചു എടാ തക്കുടു എന്ന് വിളിച്ച് നിങ്ങൾ അമ്മയുടെ കാര്യം അമ്മ വീട്ടിൽ ചെയ്യില്ലേ. നമ്മൾ വി ആർ ഗ്രോയിങ് അപ്പ്, നമ്മൾ പഴയ ബേബി അല്ല. അപ്പോൾ ഈ ടീനേജ് പ്രായത്തിൻ്റെ നിങ്ങളുടെ ഒരു പ്രായത്തിൻ്റെ പ്രശ്നം ടെക്നിക്കലി നിങ്ങൾ കിഡും അല്ല, അറ്റ് ദ സെയിം ടൈം യു ആർ നോട്ട് ആൻ അഡൾട്ട് ഓൾസോ. നിങ്ങളുടെ അച്ചായന്മാർ നിങ്ങളെ കൂട്ടത്തില്ല. ഇപ്പോൾ ചർച്ചയിൽ വരുമ്പം നമ്മളതിലെ കൂടെ പോകുമ്പോൾ നമ്മളെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ അച്ചായന്മാർ പറയും ഡാ മിണ്ടണ്ട, കൊച്ചു പയ്യന്മാർ മിണ്ടണ്ട അല്ലേ. പ്രായമുള്ളവർ നമ്മളെ കൂടെ കൂട്ടത്തില്ല, കൊച്ചു പിള്ളേർ നമ്മളെ കൂടെ കൂട്ടത്തില്ല. ഈ ഇടയ്ക്ക് ഞങ്ങൾ ഡൽഹിയിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബാച്ച് പിള്ളേർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഒത്തിരി ഐഡിയാസൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ എന്നെ പറഞ്ഞാൽ എല്ലാവരും പറയാം നീയൊക്കെ മുട്ടയെന്ന് വിരിഞ്ഞല്ലേ ഉള്ളൂ, മാറി നിൽക്കടാ. സഭയിലെ കാര്യം പറയണേ. പിന്നെ അവർ പറഞ്ഞു നമ്മൾ ഈ പ്രായമുള്ളവർക്ക് ചിലപ്പോൾ ഒരു ഡയലോഗ് ഉണ്ടാവും, ഞങ്ങൾ കുറച്ച് ഓണം കൂടുതലുണ്ടതാ നിങ്ങൾ. ഒരു പക്ഷേ നിങ്ങൾക്ക് മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും പറയുന്നത്. ബട്ട് ആ ഒരു ക്രൈസിസും പലപ്പോഴും നിങ്ങളുടെ മുൻപിലുണ്ട്. പ്രായമല്ല, മുതിർന്ന ആളുമല്ല, കൊച്ചുകുട്ടിയല്ല. ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞ് ഇങ്ങനെ ഉണ്ട്, എന്താ തേങ്ങയല്ല കരിക്കുമല്ല. ആ ഒരു ഫേസാണ് ഈ ഒരു ഫേസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഗ്രോയിങ് അപ്പ് ആയതുകൊണ്ട് തന്നെ ഒന്നും സോളിഡ് അല്ല, ഭയങ്കര ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ്. അപ്പം ഇങ്ങനെ പറയാൻ നമ്മൾ കൂടുതൽ ഫ്രീഡം ആഗ്രഹിക്കും അല്ലേ. നമുക്ക് ഇഷ്ടപ്പെടത്തില്ല നമ്മുടെ പേഴ്സണൽ സ്പേസിൽ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്കത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. കൂടുതൽ നിങ്ങൾ ഭയങ്കര ക്യൂരിയസ് മൈൻഡാണ് ആ സമയത്ത് അല്ലേ. അതായത് നിങ്ങൾ തന്നെ പലതും ഇങ്ങനെ സെർച്ച് ചെയ്യുക, നിങ്ങളെ തന്നെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, ഡിസ്കവർ ചെയ്യുക. ശരിക്കും ഞാൻ ആരാ, ഞാൻ എവിടെയാണ് ഒന്ന് ബിലോങ് ചെയ്യുന്നത് എന്നുള്ള ഭയങ്കര ഐഡൻറ്റിറ്റി ഇഷ്യൂസ് നേരിടുന്നൊരു ടൈമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ടീനേജ് ടൈമിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ ചോദിച്ചോട്ടെ, ടീനേജ് ബ്രെയിൻ ഫുള്ളി ഡെവലപ്ഡ് ആണോ അല്ലയോ? ടീനേജ് ബ്രെയിൻ എന്ത് തോന്നുന്നു? നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുണ്ടാവും. ടീനേജ് ബ്രെയിൻ യെസ് ഓർ നോ?
യെസ്, ഫുള്ളി ഡെവലപ്ഡ് ആണ്. ആണ് ആണ് അല്ല, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയോ, ടീനേജ് ബ്രെയിൻ ഫുള്ളി ഡെവലപ്ഡ് അല്ല. സോ ഒരു സയൻറ്റിഫിക് കാര്യം പറയട്ടെ, ഈ നമ്മുടെ ബ്രെയിനിൻ്റെ ഫ്രണ്ട് പാർട്ടായ PFC, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, അതാണ് ശരിക്കും ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് ഏതൊരു കാര്യത്തിൻ്റെയും അതിൻ്റെ പ്രോസും കോൺസും മനസ്സിലാക്കി ഒരു ഭയങ്കര റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ ടീനേജ് പ്രായത്തിൽ ബ്രെയിൻ ഡെവലപ്ഡ് അല്ലാത്തതുകൊണ്ട് ബ്രെയിനിൻ്റെ വേറെ പാർട്ടായ അമിഗ്ഡാലയെ ഡിപ്പെൻഡ് ചെയ്യും. അമിഗ്ഡാലയിലാണ് ഇമോഷൻസിൻ്റെ പ്ലേസ്. നമ്മളോട് പറയത്തില്ല, വീട്ടിൽ പറയും അല്ലെങ്കിൽ സീനിയേഴ്സോ ആരെങ്കിലും പറയും, നിനക്ക് ഈയിടെ ഭയങ്കര എടുത്തുചാട്ടോ പറയില്ലേ, യങ് ഏജിൽ പറയും, നീ ഒന്നും ചിന്തിക്കാതെയാണ് നീ സംസാരിക്കുന്നത് അല്ലേ, പറയാൻ. പിന്നെ നിനക്ക് ഭയങ്കര ദേഷ്യമാണ് അല്ലേ, ഇങ്ങനെയൊക്കെ പറയും. സോ എന്താണെന്ന് വെച്ചാൽ ഈ PFCയിലല്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ അമിഗ്ഡാലയിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഞങ്ങളെപ്പോഴും പറയുന്ന യങ് ഫ്രണ്ട്സിനോട് പറയും, ഒരിക്കലും ഒരു ടീനേജ് ടൈമിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ പോകല്ല. നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടെന്നുള്ള സത്യമാണ്, അട്രാക്ഷൻ തോന്നുന്നത് സത്യമാണ്. പക്ഷേ നിങ്ങളുടെ ബ്രെയിൻ ഫുള്ളി ഡെവലപ്ഡ് ആണോ ഒരു ഡിസിഷൻ മേക്കിങ്ങിന്? ഒരിക്കലുമല്ല. You cannot fix your university admission when you are in LKG. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ കൂടെ വരുന്നുണ്ടാവും. യു ക്യാൻ ആസ്ക് കേട്ടോ. അതായത് ഈ ഒരു സമയത്ത് യു റിയലി നീഡ് ടു വെയിറ്റ്. ഞങ്ങളിങ്ങനെ പറയും, ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ബയോളജിക്കൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. ശരിയാണ്, ഫിസിക്കലി മച്ചുവേർഡാണ്, ഫീലിങ്സ് ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ ഇമോഷണലി മെച്ചുവേർഡാണോ? അല്ല. മെൻ്റലി സ്പിരിച്വലി ഒന്നും മെച്ചുവേർഡല്ല. സോ നമ്മൾ ആ ഒരു മെച്യൂരിറ്റി എത്തുന്നവരെ വി ഹാവ് എ വെയിറ്റിംഗ് പീരിയഡ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, യു ആർ ഹൈ ഓൺ ഇമോഷൻസ്. വൈകാരികപരമായി നിങ്ങൾ എപ്പോഴും യു ആർ ഹൈ ഓൺ ഇമോഷൻസ്. അതായത് നമുക്ക് ഇമോഷണൽ നീഡ്സ് ഉണ്ട് അല്ലേ. അതായത് ഇപ്പം ഇമോഷൻസും കാര്യം ഓൾറെഡി പറഞ്ഞു. നമ്മുടെ എല്ലാ ഇമോഷണൽ നീഡ്സ് നമ്മൾ ഫുള്ളി മീറ്റ് ചെയ്യേണ്ടത് ശരിക്കും അത് ഫാമിലിയിൽ നിന്നാണ് മീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഏതെങ്കിലും കാരണത്താൽ നമുക്ക് നമ്മുടെ ഇമോഷണൽ നീഡ്സ് ഫുള്ളി മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളതിങ്ങനെ തേടിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ശരിക്കും സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയാൽ ആ സ്നേഹം ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കും. അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, വാല്യൂ ചെയ്യുന്നില്ല, എൻകറേജ് ചെയ്യുന്നില്ല, റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ ആ ഒരു നീഡ് ഇങ്ങനെ കിടക്കും. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഒരു നല്ല രീതിയിലൊന്ന് പെരുമാറിയാലോ ഒരു നല്ല ജസ്റ്ററെങ്കിലും കാണിച്ചാലോ അവിടെ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഇടയ്ക്ക് ഞങ്ങളോടൊരു ഒരാൾ പറഞ്ഞൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. അവരുടെ മുമ്പിൽ വന്നൊരു കേസാണ്. സ്കൂളിൽ പഠിക്കുന്നൊരു മോള്, അവൾ സ്ഥിരം സ്കൂളിൽ പോകുന്ന ബസ്സിലെ കിളിയുടെ കൂടെ ഒളിച്ചോടി. കിളി എന്ന് വെച്ചാൽ അറിയില്ലേ, ക്ലീനർ ബസ് അല്ലേ, ഫ്രണ്ടിൽ നിൽക്കുന്ന ആളിങ്ങനെ മണിയൊക്കെ അടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളല്ലേ, പുള്ളിയുടെ കൂടെ ഈ പുള്ളിക്കാരി ഒളിച്ചോടി. അപ്പോൾ കാര്യം അന്വേഷിച്ചപ്പോൾ വീട്ടിലെപ്പോഴും അച്ഛനും അമ്മയും പറയും, പ്രാക്കോട് പ്രാക്ക, ഓ ഈ കുരങ്ങി, ഈ കഴുത, മരമണ്ടി, മാർക്കില്ല, എല്ലാത്തിനും A+, എപ്പോഴും കുറ്റം പറച്ചില്ല. അപ്പോൾ കുറ്റം കേട്ട് 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 വളർന്നേ കൊച്ച് ഈ ബസ്സിൽ കയറുന്ന സമയത്ത് പുതുതായിട്ട് വന്ന കിളിച്ചേട്ടനടക്കി, മോള് കയറി നിന്നാട്ടെ. അപ്പം 5-6 പ്രാവശ്യം മോളേന്ന് വിളിച്ചപ്പം വീട്ടിൽ നിന്ന് കിട്ടാത്തൊരു ഇമോഷണൽ വിളിയാണ് കിളിച്ചേട്ടൻ വിളിച്ചത്. സോ കിളിച്ചേട്ടൻ്റെ പുറകെ ആ മോള് പോകാനിടയായിട്ടും. കാര്യം ഇമോഷണൽ നീഡ്സിനെയാണ് ആ പുള്ളിക്കാരൻ അവിടെ അഡ്രസ്സ് ചെയ്തത്. മൂന്നാമത്തെ കാര്യം, യു ആർ സ്മാർട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പം നിങ്ങളെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യു ആർ ഓൾ ലുക്കിംഗ് വെരി ഗുഡ്, യു വെരി സ്മാർട്ട്. അപ്പോൾ ആദ്യത്തെ 2 റീസൺസ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ശരിക്കും ഒരു വൾണറബിലിറ്റിയെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ പറ്റിയാണ്. നിങ്ങളുടെ സ്ട്രെങ്ത്ത് പോലും ചിലപ്പോൾ ഒരു റീസൺ ആയിത്തീരും. ഇപ്പം നിങ്ങൾ ഗുഡ് ലുക്കിംഗ് ആണ്, പഠിക്കും, കഴിവുകളുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒത്തിരി മീഡിയ യൂസ് ചെയ്യുന്നില്ല. നമ്മളൊരു സ്റ്റാറ്റസ് ഇട്ടാൽ തന്നെ കുറേ പേര് കാണും. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമോ സ്നാപ്പോ എല്ലാം യൂസ് ചെയ്താൽ അതിന് വിസിബിലിറ്റി ഉണ്ട്. ഇനി ഒരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. സോ നമ്മളെ പലരും അറിയും, പലരും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ പലരും ഇഷ്ടപ്പെട്ടെന്നിരിക്കും. ഇതിൽ ആരെങ്കിലും ഒരാൾ സീരിയസ്ലി ചിലപ്പോൾ നിങ്ങളുടെ ഫോളോ ചെയ്തെന്നിരിക്കും. സോ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയാണ്, നിങ്ങളുടെ സ്ട്രെങ്ത്ത് ഒരിക്കലും ഒരു വീക്ക്നെസ് ആക്കി മാറ്റില്ല. അതൊരിക്കലും ഒരു റിലേഷൻഷിപ്പിന് പോകാൻ ഒരു റീസൺ ആക്കാൻ പാടില്ല. സോ ചിലപ്പോൾ നിങ്ങൾ പ്രസംഗിക്കാൻ മിടുക്കനായിരിക്കും, പാട്ട് പാടാൻ മിടുക്കനായിരിക്കും, എഴുതുമായിരിക്കും, വ്ളോഗ് ചെയ്യുമായിരിക്കും. സോ ഈ സ്ട്രെങ്ത് എല്ലാം പലപ്പോഴും വീക്ക്നെസ് ആവാനുള്ള സാധ്യതകളുമുണ്ട്. 4-മത്തെ കാര്യം, പിയർ പ്രഷർ.
പിയർ പ്രഷർ. എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും പറയും പിയർ പ്രഷറിന് ബിയർ പ്രഷർ എന്ന് പറയും. ബിയർ അല്ല, പിയർ പ്രഷർ. സെയിം ഏജുകാരുടെ, നിങ്ങളുടെ സെയിം പ്രായത്തിലുള്ള ആൾക്കാരുടെ കൂട്ടുകാരുടെ സമ്മർദ്ദം. സോ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര നോർമൽ ബോയ് ഗേളായിരിക്കും, ഭയങ്കര പഠിത്തം ഫോക്കസ്, നിങ്ങൾ ഡെയിലി സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, കൃത്യമായി എക്സാം അറ്റൻഡ് ചെയ്യുന്നു. അപ്പോഴായിരിക്കും സൈഡിൽ ഇരിക്കുന്നത് പറഞ്ഞത്, എടി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ നീ ഇടുമ്പം മാത്രം അവൻ ഹാർട്ട് ഇമോജി അയക്കുന്നു, ഞങ്ങൾക്ക് ലൈക്ക് അവൻ അടിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ചുമ്മാ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ശരിയാ, അവൻ എല്ലാവർക്കും ലൈക്കായി, എനിക്ക് മാത്രം ഹാർട്ട്. ചിലപ്പം ചിലർ പറയും, എടി നിൻ്റെ പേരിൻ്റെ ആ ഇത്യക്ഷരം എസ് അല്ലെങ്കിൽ എൽ അല്ലെങ്കിൽ എ, അവൻ്റെ ഈ എസ്സും എല്ലും എയുമാണ്. നിങ്ങളെങ്ങാനും ഒരു കറുത്ത്, നീ കറുത്ത ഇരുവാറിട്ടപ്പോൾ അവൻ കറുത്ത ടീഷർട്ട് മോളെ. സോ കൂട്ടുകാർ ചിലപ്പോൾ നമ്മളെ തള്ളിയിടും, നമ്മൾ ചിലപ്പോൾ അത് ചിന്തിച്ചിട്ടും ഉണ്ടാകത്തില്ല. സോ കൂട്ടുകാരുടെ സമ്മർദ്ദം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട്. സോ ഹി വാസ് ലുക്കിംഗ് അറ്റ് യു, ഐ തിങ്ക് ഷീ ലൈക്സ് യു, ഇങ്ങനെ പറഞ്ഞ് തള്ളിയിടുന്ന ഒത്തിരി സാഹചര്യങ്ങൾ കേൾക്കാറുണ്ട്. സോ കൂട്ടുകാരുടെ സമ്മർദ്ദം ഒരു ഫാക്ടറാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് മീഡിയ ട്രെൻഡ്സ്. അച്ഛാ ഓഡിയോ കേബിൾ ഉണ്ടോ അച്ഛാ? സൗണ്ട് സിസ്റ്റം ടീം ഓഡിയോ കേബിൾ ഉണ്ടാവുമോ? ഒന്ന് തന്നേക്കണം, ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് വരും. സോ മീഡിയ ട്രെൻഡ്സ്, മാധ്യമങ്ങളുടെ ലോകത്തിലാണ് നിങ്ങളെല്ലാവരും ജീവിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമങ്ങൾ എന്നൊക്കെ പറയും അല്ലേ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു മോളോട് ചോദിച്ചു, മോളെ വാട്ട്സ് യുവർ ഹോബി? എനിക്കൊന്ന്, ഈ മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ബേബി? 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു 2ലോ 3ലോ പഠിക്കുന്നൊരു മോളോട് ഞാൻ ചോദിച്ചു, മോളെ വാട്ട്സ് യുവർ ഹോബി? അങ്കിൾ വാച്ചിങ് ഷോർട്സ്. അതായത് അവർ കാണുന്നത് എന്താണ്? മാധ്യമങ്ങളുടെ ലോകത്താണ് അവരെപ്പോഴും ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, ഇതൊരു സ്മോൾ വീഡിയോ. ഓക്കെ. ഇതാരാണ്? ആരാണ്? BTS ഫാൻസ് ഉണ്ടോ? ബ്ലാക്ക് പിങ്ക് ഫാൻസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, നിങ്ങൾ പപ്പമാരും മമ്മിമാരൊക്കെ ഓർക്കായിരിക്കും ഇതാരാണ്. പണ്ടത്തെ മമ്മൂട്ടി, മോഹൻലാൽ, രജനീകാന്ത് ഫാൻസ് പോലെ ഇപ്പോഴത്തെ പുതിയ സംഭവങ്ങളാണ്. സോ ഈയിടെ ഇത് BTS ടീം. BTS എന്ന് പറഞ്ഞ കൊറിയൻ പോപ്പാണ്. ഈയിടയ്ക്ക് ഒരു പയ്യൻ പറഞ്ഞു, സ്വർഗത്തിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, കൊറിയ പോകണം അങ്കിളെ. ചെല്ല് പറയാറുണ്ട്, അന്യഭാഷ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കൊറിയൻ ഭാഷ പഠിക്കണമൊക്കെ. കിമ്മിനെ ഉമ്മ വെക്കാൻ ഞാൻ അടുത്ത സെഷൻ നാളെയൊക്കെ അത് സംസാരിക്കാം. ഒരു വലിയ മീഡിയ സ്വാധീനം ഭയങ്കരമായി. നിങ്ങൾ ഒത്തിരി എന്താ പറയേണ്ടത്, സെലിബ്രിറ്റീസിൻ്റെ കല്യാണം കാണും, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കല്യാണം കാണും, ഹാഷ്ടാഗ് ക്യാമ്പയിൻസ് കാണും. ഇതെല്ലാം നിങ്ങളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ 5 കാര്യങ്ങളൊന്ന് സ്ക്രീനിൽ നോക്കി ഉറക്കെ പറയാമോ? നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5. സോ നമ്മൾ വാട്ട്സ് ഹാപ്പനിങ് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ ഒരു അടുത്ത ഫേസിലേക്ക് പോവുക. ലവ് വേഴ്സസ് ഇൻഫാച്യുവേഷൻ. ലവും സ്നേഹവും. ഇൻഫാക്ച്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാബല്യമെന്നോ മതിമയങ്ങുക എന്നൊക്കെ മലയാളത്തിൽ പറയും. ലവും അല്ലെങ്കിൽ ഈ മയക്കവും അല്ലെങ്കിൽ ചാബല്യം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോവുക. നമ്പർ 1, ഇൻഫാക്ച്വേഷനിൽ ഇങ്ങനെ പറയാം, റൊമാൻറ്റിക് ഐഡിയാസ് ആയിരിക്കും എപ്പോഴും ലൈഫിനെ പറ്റി, ലവിനെ പറ്റി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പം ഞാനും അവനും ഒരുമിച്ച് ജീവിക്കുന്ന സ്വപ്നം കാണുന്നത് ഒരു റിയാലിറ്റിയേക്കാളും കൂടുതൽ ചിലപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതോ ട്രാവൽ ചെയ്യുന്നതോ ഫോട്ടോഷൂട്ടോ റീൽസോ അങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്, മോർ ദാൻ റിയാലിറ്റി. ഇത് പറഞ്ഞപ്പോഴേ ഈ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു പയ്യൻ വന്നു, ബ്രേക്കപ്പാണ്, വണ്ടി ആകെ കുളമായി. അപ്പം വന്നിട്ട് ഞാൻ ചോദിച്ചു മോനെ എന്താ സംഭവം, എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയേ? അപ്പം ക്ലൈമാക്സിലാകും പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, അങ്കിളെ ഞങ്ങൾക്ക് ആകെ 2 ചിന്തയുണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്ത് ചിന്ത? ദേഹം മുഴുവൻ ടാറ്റു അടിക്കണം, ഹിമാലയത്തിൽ ട്രക്കിങ്ങിന് പോകണം. ജീവിതത്തെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല, പ്രായം 27ആയി. ആ കൂടെ ടാറ്റു ട്രക്കിങ്. സോ എപ്പോഴും റൊമാൻറ്റിക് ഐഡിയാസ് ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളത്. പക്ഷേ ട്രൂ ലവ് എന്ന് പറയുന്നത് ഈസ് അക്സെപ്റ്റൻസ് ഓഫ് ദ ടോട്ടൽ പേഴ്സൺ. അതായത് ജസ്റ്റ് റൊമാൻസ് ഇസ് ദയർ, പക്ഷേ ജസ്റ്റ് റൊമാൻസ് കൊണ്ട് ഭയങ്കര ബ്ലൈൻഡ് ആവുകയല്ല. നമ്മളൊരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പാസ്റ്റും ഫാമിലിയും എവറിത്തിങ് ടോട്ടാലിറ്റിയിലാണ് നമ്മൾ ട്രൂ ലവിൽ ഒരു പേഴ്സണെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ അക്സെപ്റ്റൻസ് ഓഫ് ദ ടോട്ടൽ പേഴ്സൺ ഈ ഇടയ്ക്ക് കണ്ടൊരു റീലാണ്. ആ റീലിങ്ങിനാണ് ഒരു പെങ്കൊച്ച് പപ്പയോടും മമ്മിയോടും ബ്രദറിനോടെല്ലാം അവരെല്ലാം പറഞ്ഞു ഒരു പയ്യനോട് അഫെയർ ആയിരുന്നു, ഗുണ്ടയാണ്. ഇപ്പോൾ ഗുണ്ടയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണല്ലോ അല്ലേ, ഗുണ്ടയാവണം, ഡമോനെ എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ വരാറില്ല ഗുണ്ടകൾ. സോ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഗുണ്ടയുടെ കൂടെ ഇറങ്ങിപ്പോവാൻ അവൾ പോയി.
അപ്പം ബ്രദർ അവസാന നിമിഷം പറഞ്ഞു, നീ പോവല്ല്, നാണക്കേടാ, നീ അനുഭവിക്കും. അവൾ പറഞ്ഞു, ഇല്ല, എനിക്ക് അവൻ്റെ കൂടെ ജീവിച്ചേ പറ്റൂ, ഇറങ്ങിപ്പോയി. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വന്നു. അപ്പം ഇങ്ങനെ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വാതിൽ തുറന്നത് ചേട്ടനാണ്. അപ്പം ചേട്ടൻ വാതിൽ പറഞ്ഞു, ഡാഡി അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ കൺവീൻസ് ചെയ്യാൻ വേണ്ടി, ഡാഡി ക്ഷമിക്കണം, സോറി ഡാഡി, പ്ലീസ് എന്നെ തെറ്റ് പറ്റി ഡാഡി. അപ്പം ആങ്ങൾ പറഞ്ഞു, എടീ നിന്നോട് അന്നേ ഞാൻ പറഞ്ഞത് നാണക്കേടാക്കുമെന്ന്, എന്താടി അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്തേ? പറഞ്ഞു, അവനൊടുക്കത്തെ ദേഷ്യവാ, കരഞ്ഞോണ്ട് പറഞ്ഞു. അപ്പോൾ ആങ്ങൾ പറഞ്ഞു, പണ്ട് പക്ഷെ നിൻ്റെ സ്റ്റാറ്റസ് കലിപ്പൻ്റെ കാന്താരി എന്നാണല്ലോ. ഈ കലിപ്പൻ്റെ കാന്താരിയിൽ നിന്ന് സ്റ്റാറ്റസ് ഇടാൻ എളുപ്പമാണ്, പക്ഷേ റിയൽ ലൈഫ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തിരിച്ചറിയണം. സോ അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇൻഫാക്ച്വേഷനിൽ ഫാസിനേഷനാണ് മോർ ദാൻ റിയൽ നോളജ് അബൌട്ട് ദ പേഴ്സൺ. ഇപ്പം ഞാൻ പറയുക, എനിക്കിപ്പം വിരാട് കോഹ്ലിയുടെ റിട്ടയർ ചെയ്തു. സോ വിരാട് കോഹ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് വിരാട് കോഹ്ലി ഭയങ്കര സ്നേഹമാണ് എന്ന് ഞാൻ പറയുമ്പോൾ ശരിക്കും എനിക്ക് വിരാട് കോഹ്ലി എന്ന പേഴ്സണെ അറിയാമോ? അറിയില്ല. എനിക്ക് വിരാട് കോഹ്ലി എന്ന പ്ലെയറിനെ അറിയാവുന്നത്. ഹീ ഈസ് ഗുഡ് ലുക്കിംഗ് എന്നറിയാം, ഹി ഹാസ് മണി എന്ന് അറിയാം, പിന്നെ ഹീ ആക്ട്സ് ഇൻ അഡ്വർടൈസ്മെൻറ്റ്സ് അറിയാം. സോ ഇതെല്ലാം എന്നെ ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്യുക. പക്ഷേ എനിക്കൊരു ട്രൂ നോളജ് ഓഫ് ദ പേഴ്സൺ ഇല്ല. പക്ഷേ ലവ് എന്ന് പറയുന്നത് ടേക്സ് ടൈം ടു നോ. നിങ്ങൾ ഏത് മാരീഡ് കപ്പിളിനോടും ചോദിച്ചാൽ അറിയാം, ഓരോ ദിവസങ്ങൾ വിത്ത് ഈച്ച് ഡേ ആണ് നമ്മൾ ഒരു പേഴ്സണെ കൂടുതൽ അറിയുന്നതും റിയലിസ്റ്റിക് ആയിട്ട് സ്നേഹിക്കുന്നതും. ഫാസിനേഷൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കണ്ടോ? ഈ ഇടയ്ക്ക് വന്നൊരു പരസ്യമാണ്, കല്യാണ പരസ്യമാണ്. മൈ നെയിം ഈസ് റിയ, ഐ ആം ലുക്കിംഗ് ഫോർ എ സ്യൂട്ടബിൾ റീൽ പാർട്ട്ണർ. റീൽസ് എടുക്കാൻ അറിയണം. ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു കൊളീഗിൻ്റെ മേ ബി ഒരു 2 വർഷം മുമ്പ് അവരുടെ കൊച്ചിൻ്റെ ഒരു എന്താ പറയേണ്ട ഒരു സെലിബ്രേഷന് പോയി. അപ്പോൾ ആ കൊച്ച് കരച്ചില്ല. അപ്പോൾ പെൺപിള്ളക്ക് സഹിക്കുന്നില്ല, കാര്യം പുള്ളിക്കാരിക്ക് ഇൻസ്റ്റാഗ്രാം അഡിക്റ്റഡാ. പിറ്റേ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കാൻ വേണ്ടി കൊച്ചി ബലൂണിൻ്റെ അടുത്ത് വരുന്നില്ല. സോ ആ റീൽസ് മാത്രം ഫോക്കസ്, അല്ലാണ്ട് ആ സ്നേഹമോ ഫങ്ഷനൊന്നും അല്ല. സോ നിങ്ങൾ എപ്പോഴും തിരിച്ചറിയുക, ഇങ്ങനെയുള്ള ഫാസിനേഷൻസ് എപ്പോഴും അപകടകരമാണ്. നോക്കിക്കേ, ലുക്ക് അറ്റ് ദിസ് ലേഡി, വളരെ ഫേമസ് ആയിരുന്നു. നിങ്ങളൊരു പക്ഷേ കേട്ടോ, റിഫ എന്നാണ്. 2 years ബിഫോർ ഒരു കൊന്നാന്ന് പറയുന്നു, സ്റ്റിൽ CBI അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. 3 lakh ഫോളോവേഴ്സ്, 30,000 സബ്സ്ക്രൈബേഴ്സ്. ഹസ്ബൻഡും വൈഫും ഭയങ്കര വൈറലായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ അറിയുന്നത് ക്യാമറ ഓഫാക്കി അടിയാണ്. സോ റിയൽ ലൈഫും കൊന്നാന്ന് പറയുന്നു, ഒത്തിരി ബോഡി തന്നെ വീണ്ടും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറയുന്നു. സോ റിയൽ ലൈഫും എപ്പോഴും വ്യത്യസ്തമാണെന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ കാര്യം, ഇൻഫാക്ച്വേഷൻ പ്യോർലി സെൽഫിഷ് ആണ്. അതായത് ഞാൻ എൻ്റെ ഇഷ്ടം, എനിക്ക് എന്ത് കിട്ടും, എൻ്റെ ആഗ്രഹം, അതാണ് അതിനകത്ത് മെയിൻ കാര്യം. പക്ഷേ ട്രൂ ലവ് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ട്രൂ ലവ് ഹാസ് കൺസേൺ ഫോർ ദ അതർ പേഴ്സൺ ഓൾസോ. നോ, സ്പെഷ്യലി ഒരു മച്ചുവേർഡായിട്ട് ചിന്തിക്കുവാണെങ്കിൽ അതർ പേഴ്സൺസ് പേർപ്പസ്, അത് നമ്മൾ കർത്താവിനെ അറിയുന്നവരായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുക, അതർ പേഴ്സൺസ് ഇറ്റേണിറ്റി. നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോഴും പറയുന്ന ഡിസിഷൻ മേക്കിംഗ് ടൈമൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾ ശരിക്കും ദൈവത്തെ അറിയണം, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളരണം, നിങ്ങളുടെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കണം, എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത്, നിങ്ങളുടെ പ്രയോറിറ്റീസ് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാലേ ശരിക്കും അതിനനുസരിച്ചുള്ള ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റൊരു വ്യക്തിയെപ്പറ്റി ചിന്തിക്കാത്ത ചില ഉദാഹരണങ്ങൾ കാണിക്കാം. നോക്കിക്കേ, എത്ര കഷ്ടപ്പെട്ടായിരിക്കും ആ മോളെ പപ്പയും മമ്മിയും ഡോക്ടറാക്കിയത്. BDS സ്റ്റുഡൻ്റ് ആയിരുന്നു, കോതമംഗലത്ത് വന്ന് പഠനം കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരാളെ പരിചയപ്പെട്ടു. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടാവുന്നു. ഈ പയ്യൻ ബീഹാറിൽ പോകുന്നു, ഗൺ മേടിക്കുന്നു, ഷൂട്ട് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്നു, കോതമംഗലത്തിലെ ഹോസ്റ്റലിൽ വന്ന് വെടിവെച്ച് കൊല്ലുന്നു. സോ എന്തുകൊണ്ടാണ് ഈ റിയൽ ന്യൂസൊക്കെ നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ, പലപ്പോഴും ഫാസിനേഷനിലായിരിക്കുമ്പം ആര് പറഞ്ഞാലും നിങ്ങളൊരു പക്ഷേ ചിന്തിക്കാൻ സാധ്യതയില്ല. ലുക്ക് അറ്റ് ആ ഒരു മനുഷ്യനെപ്പറ്റി അല്ലെങ്കിൽ മറുവശത്തുള്ള ആളെപ്പറ്റി ചിന്തിക്കാതെ എത്ര ക്രൂരമായിട്ടാണ് അവർ ബിഹേവ് ചെയ്തത്. ലുക്ക് അറ്റ് ദിസ് ലേഡി. ഈ ഇടയ്ക്ക് മരിച്ചൊരു എന്താ പറയുക, മേഘയുടെ കുടുംബം കൈമാറിയത് ഗർഭചിത്രം നടത്തിയതിൻ്റെ രേഖകൾ. എത്ര നല്ല പ്രൊഫൈലിൽ ജോലി കിട്ടി, നന്നായി പഠിച്ചു, പക്ഷെ എന്താ പറയണ്ടേ, എത്ര ഫ്രജൈലായ അല്ലെങ്കിൽ മണ്ടത്തരം നിറഞ്ഞ ഡിസിഷൻസാണ് ലൈഫിലെടുത്ത്. സ്നേഹിച്ച അപ്പനും അമ്മയ്ക്കും അറിയാത്ത തലത്തിൽ ജീവിതം മാറിയപ്പോൾ ലൈഫ് ഒരു ദുരന്തമായി മാറി. ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തു. സോ ഞാൻ മക്കളെ, ഈ ക്യാമ്പിൽ നിങ്ങളെല്ലാം നല്ല കുഞ്ഞുങ്ങളാണ്.
ദേവദാസനും ഈ ടീമും സഭയും ഇപ്രകാരം ഒരു ക്യാമ്പ് അറേഞ്ച് ചെയ്തതിൻ്റെ ലക്ഷ്യം തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലൊരു ശുഭഭാവി ഉണ്ടാവണം. ആരും ഒരു മണ്ടത്തരത്തിൽ പോയി കാല് വെക്കാൻ പാടില്ല. നോക്കിക്കേ, FB കാമുകനെ തേടിപ്പോയ പെൺകുട്ടിക്ക് കാറിൽ പീഡനം, IS ക്യാമ്പിൽ ചേരാൻ പ്രേരിപ്പിച്ചെന്ന പരാതിയുമായി. ആ ലെവലിൽ ചെല്ലണമെങ്കിൽ അതിനു മുമ്പുള്ള ഫേസിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സോ നിങ്ങൾ എപ്പോഴും തിരിച്ചറിയണം, നിങ്ങളുടെ ലൈഫ് ഒരിക്കലും. എനിക്ക് ചെന്നൈയിൽ മലയാളി നേഴ്സിംഗ് വിദ്യാർത്ഥിയെ കൊന്ന ശേഷം മൃതദേഹത്തിൻ്റെ ചിത്രം സ്റ്റാറ്റസ് ഇട്ടു. ചിന്തിക്കാൻ പറ്റും. ചില പിള്ളേർ പറയും, അങ്ങളെ എല്ലാവർക്കും ബോയ് ഫ്രണ്ട് ഉണ്ട്, ഗേൾ ഫ്രണ്ട് ഉണ്ട്, 10ാം ക്ലാസ് കഴിയുമ്പോൾ അങ്ങ് പോകുമല്ലോ, +2 കഴിയുമ്പോൾ അങ്ങ് പോരുമല്ലോ, അവൻ വല്ല സൈക്കിയാണ് എന്നെ ഈ. സോ നിങ്ങൾ എപ്പോഴും തിരിച്ചറിയണം നിങ്ങളുടെ ലൈഫിൻ്റെ വില. നിങ്ങൾ എപ്പോഴും നോക്കിക്കേ അനദർ ഗായ്, ഇൻസ്റ്റാഗ്രാം കാമുകനെ വീട്ടിൽ വരുത്തി പെൺകുട്ടി, അമ്മയുടെ ATM കാർഡുമായി കടന്നു ജുബാബ്, നല്ല ജുബാബ്. സോ നിങ്ങളുടെ ലൈഫ് എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കണമെന്ന് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുക. 4ാമത്തെ കാര്യം, ഇൻഫാക്ച്വേഷനിൽ ഓൺ ഒപ്പീനിയനാണ് വലുത്. ഇപ്പോൾ സെൽഫിഷ്നെസ് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. പക്ഷേ ട്രൂ ലവ് അങ്ങനെയല്ല. ട്രൂ ലവ് അതർ പേഴ്സൻ്റെ ഒപ്പീനിയന് സ്പേസ് ഉണ്ട്. ഇറ്റ്സ് നോർമൽ. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പം ട്രൂ ലവ് ഉള്ള ആൾക്ക് മറ്റേ ആളുമായിട്ട് ഇരുന്ന് സംസാരിക്കാനുള്ള പേഷ്യൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. നമുക്കൊരു കാര്യത്തിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്ത് ഒരു മിഡിൽ പോയിന്റിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു മെച്യൂരിറ്റി കാണിക്കും. ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ലോകത്തിൽ എപ്പോഴും ഫേസ്ബുക്കിലൊന്നും പേരൻസ് പിള്ളേരില്ല കേട്ടോ. പപ്പയും മമ്മിയൊക്കെ അത് പഠിച്ചപ്പോൾ ഇവരെല്ലാം ഇൻസ്റ്റയിലാണ്. ഇനി പപ്പയും മമ്മി ഇൻസ്റ്റ പഠിച്ചപ്പോൾ ഇവർ ഓൾറെഡി സ്നാപ്പിലാണ്. പല പിള്ളേരും പറയും, അങ്കിളെ ചർച്ചിലൊക്കെ പിള്ളേർ പറയും, അങ്കിളിനെ മാത്രം ഞങ്ങൾ ബാക്കിയെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. സോ ദേ നോ അവരുടെ സെറ്റിങ്സ് ഒക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് ശരിക്കും അറിയാം. സോ നിങ്ങൾ അറിയേണ്ട കാര്യം, നിങ്ങളൊരു ഇൻസ്റ്റയോ സ്നാപ്പോ കണ്ടിട്ട് ഒരാളുടെ പുറകെ പോകും. ലുക്ക് അറ്റ് ദിസ് ബോയ്, അവൻ്റെ ഈ പയ്യൻ്റെ പേര് ശ്യാംജിത്ത് എന്ന. പുള്ളിയുടെ പോസ്റ്റ് കണ്ടോ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പെണ്ണൊരിക്കലും സങ്കടപ്പെടരുത്, സുഖത്തിലും ദുഃഖത്തിലും നിനക്ക് താങ്ങായി തണലായി ഞാൻ ഉണ്ടാവും, ആ കണ്ണുനീരിനി പൊഴിയുന്നത് എൻ്റെ മരണസമയത്ത് മാത്രമാവും, തനിച്ചാക്കില്ല ഞാൻ നിന്നെ. ഓ, വാട്ട് എ റൊമാൻറ്റിക് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു വർഷം കഴിഞ്ഞ് എന്തോ പ്രശ്നം ഉണ്ടായി, പുള്ളി വെട്ടിയെടുത്ത് 28 വട്ടം വെട്ടിയേ. പോസ്റ്റിൽ റൊമാൻറ്റിക് ആവാൻ ഭയങ്കര എളുപ്പമാണ്. സോ നിങ്ങൾ എപ്പോഴും തിരിച്ചറിയണം, അത്രയ്ക്ക് വൈൽഡായി എന്താ പറയേണ്ടത് സഞ്ചരിക്കുന്ന സൈക്കികളുള്ളൊരു ലോകത്തിൽ യു ഷുഡ് ബി വെരി കെയർഫുൾ. നിങ്ങളുടെ ടീനേജ് ലൈഫ് പഠിക്കാനുള്ള അല്ലെങ്കിൽ എക്സാം എഴുതാനുള്ള ഇൻ്റർവ്യൂസിനൊക്കെയുള്ള സമയത്ത് യു ഷുഡ് ഫോക്കസ് ഓൺ ദോസ് തിങ്സ് എന്നുള്ളത് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുക. 5ാമത്തെ കാര്യം, ഇൻഫാക്ച്വേഷനിൽ യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ജസ്റ്റ് കൺവീനിയൻസ് ആണ്. എനിക്ക് കൺവീനിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ ബ്രേക്കപ്പ് ആവും, പറയത്തില്ലേ, തേച്ചു എന്നൊക്കെ പറയും. പക്ഷേ ട്രൂ ലവ് അങ്ങനെയല്ല. ട്രൂ ലവിൽ ഗോഡ്ലി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ദർ ഈസ് കമ്മിറ്റ്മെൻറ്റ്. ഇപ്പം നിങ്ങളെല്ലാവരും പല സ്ഥലത്ത് പോകും, പഠിക്കാനും ജോലിക്കൊക്കെ പോകും. നിങ്ങൾ പല കൾച്ചർ കാണും, ഡേറ്റിംഗ് കൾച്ചർ, ലിവിങ് ടുഗെദർ, നിങ്ങളെല്ലാവരും കാണും. പക്ഷേ നമ്മളൊരു ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കിയാൽ ബൈബിളിൽ കമ്മിറ്റ്മെൻറ്റ് പ്രിസീഡ്സ് ഇൻറ്റിമസി. അത് പക്ഷേ നമ്മൾ ലോകത്തിൻ്റെ കൾച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻറ്റിമസി എല്ലാം കഴിഞ്ഞാണ് കമ്മിറ്റ്മെൻറ്റ്. അതായത് ഡേറ്റിംഗ് കൾച്ചറിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ആദ്യം ഡിസൈഡ് ചെയ്യത്തേ ഇല്ല. അവരിഷ്ടംപോലെ സമയങ്ങൾ സ്പെൻഡ് ചെയ്ത് എല്ലാം ഇമോഷണലി ഫുൾ അവർ തീർന്നു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഡിസൈഡ് ചെയ്യുന്നത് ഇയാളെ കെട്ടണോ വേണ്ടയോ എന്നുള്ളത്. ആൻഡ് ദാറ്റ് ഡസൻറ്റ് ഹെൽപ്പ് യു. ഇറ്റ് ഗീവ്സ് യു എ ലോട്ട് ഓഫ് ഇമോഷണൽ ഹേർട്ട്. സോ പക്ഷേ ഗോഡ്ലി സ്റ്റാൻഡേർഡ്സ് ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ആദ്യം പറഞ്ഞു യു വെയിറ്റ്, അല്ലേ, യു വെയിറ്റ് ടിൽ യു ആർ മെച്ചുവേർഡ്. ഇപ്പം ഞങ്ങൾ എപ്പോഴും പറയും, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഈ സമയം ദൈവം എന്തിനാ തന്നിരിക്കുന്നറിയോ? ഓഫ് കോഴ്സ് നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. നിങ്ങളുടെ സ്കിൽസ്, ദൈവം തന്നിരിക്കുന്ന സ്കിൽസും ടാലൻസും എല്ലാം ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ മുമ്പിൽ എഹെഡ് ഒരു ലൈഫിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഈ സമയങ്ങളൊക്കെ വേസ്റ്റാക്കി കളഞ്ഞാണ്ടല്ലോ, ബൈ ദ ടൈം നിങ്ങൾ വിചാരിച്ച ആളെ നിങ്ങൾ കെട്ടിയെന്നിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ആ ലൈഫിനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങളെ സ്കിൽസിലും എന്താ പറയുന്നത് വിസ്ഡത്തിലും മെച്യൂരിറ്റിയിലും ഒന്നും പ്രിപ്പയർഡ് ആയില്ല. സോ ഞങ്ങൾ എപ്പോഴും പറയും, നിങ്ങൾക്ക് ഗോഡ്ലി ക്യാരക്ടർ വേണം, നിങ്ങൾക്ക് നല്ല വിസ്ഡം വേണം, നിങ്ങൾക്ക് മെൻറ്റേഴ്സ് വേണം. ഈ ഗോഡ്ലി സ്റ്റാൻഡേർഡിലുണ്ടല്ലോ, നിങ്ങൾക്ക് മെൻറ്റേഴ്സിനോട് ചോദിക്കാൻ പറ്റണം. നിങ്ങളൊരു ഡിസിഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇന്നൊരാളെ പറ്റി അങ്കിൾ അല്ല ആൻറ്റി, ചേച്ചി, ചേട്ടാ എന്ത് പറയുന്നു, അവരിൽ നിന്നൊരു കൗൺസിലൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റണം. നിങ്ങൾ ദൈവഹിതം മനസ്സിലാക്കണം, ദൈവശബ്ദം കേൾക്കണം.
സോ നമ്മൾ ഈ ഒരു മാരേജ് ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അട്രാക്ഷൻ, ബട്ട് യു മേക്ക് എ വൈസ് ഡിസിഷൻ ബേസ്ഡ് ഓൺ പേർപ്പസ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഗേൾസ് ഒക്കെ സാധാരണ കല്യാണം കഴിക്കുന്ന പ്രായം എത്ര? 20, 21, 25. ബോയ്സിൻ്റെ കല്യാണ പ്രായം എത്ര ബ്രോ? ബ്രോ ഒരു പ്രായം പറഞ്ഞോ? 15 അല്ലല്ലോ? ബ്രോ 30 എന്ന് പറഞ്ഞു. ബ്രോ എത്ര വയസ്സാണ് ബ്രോ? പപ്പമാരെ ഇവർക്ക് പ്രായമൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു ടെൻഷൻ. 28 എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ നമുക്കൊരു 14 വയസ്സും 13 വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിക്കണം തോന്നാറില്ലേ? പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഈ 21 എന്നോ 25 എന്നോ 30 എന്നൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? അല്ലെങ്കിൽ നമ്മുടെ സമൂഹവും ചർച്ചയ്ക്ക് എന്തുകൊണ്ടാണ് ആ പ്രായം പറയുന്നത്? മെച്യൂരിറ്റിക്ക് വേണ്ടി അല്ലേ? സോ ഈ ഏജ് എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി ലിൻഡ പറഞ്ഞ പോലെ സ്കിൽസ് നേടിയെടുക്കണം, ഭാവിയിൽ നിങ്ങളുടെ ലൈഫ് ലീഡ് ചെയ്യാനുള്ള കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവണം. സോ യു ഷുഡ് ഫോക്കസ് ഓൺ ഓൾ ദോസ് തിങ്സ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. ലിൻഡ പറഞ്ഞു ദൈവഹിതത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. നമ്മൾ ബിലീവേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാവും, നമ്മൾ 3 സമയത്ത് പൊതുവെ ദൈവഹിതം അന്വേഷിക്കാറുള്ളൂ. അതെപ്പോഴൊക്കെയാണ്? 1 കല്യാണം, 2 വിസ, 3 ജോലിയുടെ ഫസ്റ്റ് ജോലി. ദൈവഹിതം അല്ല, എപ്പോഴും ഈ ദൈവഹിതം എന്ന് പറഞ്ഞാൽ ഡെയിലി അഫയറാണ്. ദൈവമേ നിൻ്റെ ഹിതത്തിൽ എന്നെ നടത്തണമേ എന്നുള്ളത് ശരിക്കും നിങ്ങൾ ഡെയിലി അഫയറായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ദിനചര്യയായി ഇത് മാറണം. പല ആൾക്കാരും വന്ന് ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഈ ദൈവഹിതം എങ്ങനെ അറിയാൻ പറ്റും? സോ എൻ്റെ എപ്പോഴുള്ള ഫസ്റ്റ് പ്രൈമറി റെസ്പോൺസ് ഇങ്ങനെയാണ്, ഓപ്പൺ യുവർ ബൈബിൾ. നമുക്ക് പറയാനുള്ളതെല്ലാം നമ്മുടെ കരച്ചിലും എല്ലാം ദൈവത്തോട് പറയുന്ന പ്രാർത്ഥനയിലൂടെയാണ്. ദൈവത്തിന് പറയാനുള്ളതെല്ലാം എവിടെ ഉണ്ട്? ദൈവവചനത്തിലുണ്ട്. സോ ഓപ്പൺ യുവർ ബൈബിൾ. ദൈവവചനം എപ്പോഴും നിങ്ങളുടെ ഹാർട്ട് ബീറ്റായി മാറുമ്പം ദൈവം നിങ്ങളെ ഗോഡ്ലി സ്റ്റാൻഡേർഡിലൂടെ ദൈവം നിങ്ങളെ നയിക്കും. ലോകത്തിൻ്റെ പല സ്റ്റാൻഡേർഡ് നോക്കി, മൈ ബോഡി, മൈ ഹൗസ്, മൈ കൺട്രി, മൈ റൂൾസ്. നമ്മൾ സെൽഫ് ലവിനെയൊക്കെ ഭയങ്കര പ്രൊമോട്ട് ചെയ്യുന്നൊരു ലോകം അല്ലേ? സോ നമ്മൾ ഒറ്റ നോട്ടത്തിൽ പോപ്പുലർ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും തെറ്റല്ല, പക്ഷെ പലപ്പോഴും അതിനെ ഡീപ്പറായിട്ട് നമ്മളതിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പം അപകടങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. നോക്കിക്കേ, കേരളത്തിലെ ഒരു സർവേ, ആനന്ദവും സ്വാതന്ത്ര്യവും മാത്രം പാപബോധവും ഇല്ല. ഞാനിത് വായിച്ചപ്പോൾ ദൈവം പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും ഈ സർവേയിൽ ഇങ്ങനെ പറയരുത്. സോ നിങ്ങൾ എപ്പോഴും തിരിച്ചറിയണം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഇപ്പം ബെസ്റ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് നിങ്ങൾ കണ്ടല്ലേ? ബെസ്റ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എനിക്ക് ഞങ്ങളൊരു 3 വർഷം മുമ്പ് ഒരു ടെക്കികളുടെ കോൺഫറൻസിന് പോയപ്പം ഒരു മോൾ എഴുന്നേറ്റ് ചോദിച്ചു, ബെസ്റ്റി കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് ബെസ്റ്റി എന്നൊരു സാധനം കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ മക്കളെ ബെസ്റ്റ് ഫ്രണ്ട്സ് വേണം നമുക്കെല്ലാം, ഞങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു മോൾ അങ്കിള് പറഞ്ഞ ഉത്തരം തെറ്റാ. എന്ത് പറ്റി? അങ്കിളെ ബെസ്റ്റി എന്ന് പറഞ്ഞ വേറൊരു സാധനമാണ്. പുള്ളിക്കാരി പറഞ്ഞൊരു സാധനമാണ്, ലവർക്ക് കീഴെ ഫ്രണ്ടിക്ക് മേലെ. കല്യാണം കഴിച്ചവർക്ക് പോലും ഉണ്ടെന്നാണ് പറയണേ. അപകടകരമാണ്. ചിലർ പറയും ഭർത്താവിനോട് പുള്ളിക്കാരോട് പറയുന്നതിനേക്കാളല്ല ഞാൻ ആ പുള്ളിയോട് പറയും, ഭാര്യയോട് പറയുന്നതിനേക്കാളല്ല ഞാൻ അവളോട് പറയും. ഇറ്റ്സ് എ ഡേഞ്ചർ സൈൻ. സോ നിങ്ങൾ എപ്പോഴും തിരിച്ചറിയണം ഗോഡ്ലി സ്റ്റാൻഡേർഡ് എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇപ്പം ബെഞ്ചിങ് ഉണ്ടല്ലേ? ഇപ്പം ബെഞ്ചിങ് എന്നൊരു ഈയിടയ്ക്ക് ഒരു പയ്യൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരെണ്ണം ഉള്ളപ്പോൾ തന്നെ 5-6 ബെഞ്ച് ഇരുത്തിയേക്കുക, ഇതെങ്ങാനും പോയി അടുത്തതിനെ പിടിച്ച് അവിടെ ഇരുത്തണം. സോ നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ചുറ്റും ഇതെല്ലാം കാണും. സോ അപകടങ്ങളിൽ പോയി ഒരിക്കലും നിങ്ങളുടെ ലൈഫിനെ ഡീറെയിൽ ചെയ്യിക്കില്ലെന്ന് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുക. സി ലുക്ക് അറ്റ് ദിസ് ഗേൾ. നോക്കിക്കേ മക്കളെ, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചത് വായിക്കണേ. പഠിക്കാൻ മിടുക്കി, +2-നും ഡിഗ്രിക്കും മികച്ച മാർക്ക്, ചിത്രരചനയിലും ആലാപനത്തിലും പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ കലാകാരി, കാമുകൻ യൂനസ് റസാക്കിനെ ഫോൺ വഴി പരിചയപ്പെട്ടു. ലോക്ക്ഡൗൺ കാലത്ത് പ്രണയം തലയ്ക്ക് പിടിച്ചപ്പോൾ MDMA കൊടുത്തു. നോക്കിക്കേ, നല്ല കാമുകൻ, പ്രണയം തലയ്ക്ക് പിടിച്ചപ്പം MDMA കൊടുത്തു. പലരും ചിന്തിക്കും, ഈ ഇടയ്ക്ക് എന്നോടൊരു പയ്യൻ പറഞ്ഞു, അങ്ങളെ പുറത്തൊരു സ്ഥലത്താണ് പഠിക്കുന്നത്, അവൻ നാട്ടിൽ വരുമ്പോൾ വർഷിപ്പ് ലീഡറാണ്, പുള്ളി MDMA അടിക്കും, എക്സാം ഒക്കെ ആകുമ്പോൾ 40 പേജ് എഴുതാമെന്നാണ് അവൻ പറയുന്നത്. നോർമലായിട്ട് ഇരുന്ന് പുള്ളിക്ക് 5-6 പേജ് എഴുതാൻ പറ്റത്തുള്ളൂ, ഇത് അടിച്ചു കഴിഞ്ഞ് അവന് 10-40 എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നും പറഞ്ഞ് നാളെ ഇതൊന്നും പോയി ക്ലാസ് എടുക്കുമ്പോൾ നാളെ പറയുന്നത് പറയില്ല കേട്ടോ, പല്ലൊക്കെ പൊഴിയെന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, അഥവാ അടിക്കുന്ന ആളെ 5 വർഷം കഴിയുമ്പോൾ പല്ലൊക്കെ ഇല്ലാത്ത വന്നു കാപ്പി വന്നപ്പോൾ. സോ ഒരിക്കലും ഈ വളരെ സീരിയസ് അല്ലാത്ത ഡയലോഗൊക്കെ നമ്മുടെ പിള്ളേരടിക്കുമ്പം ഭയങ്കര വിഷമമാണ്. ഈ ഇടയ്ക്ക് ഒരു പയ്യൻ പറഞ്ഞു, അങ്കിൾ ഈ കഞ്ചാവ് എന്ന് പറഞ്ഞ ഒരു സസ്യമല്ലേ അങ്കിൾ? എന്താണ് സസ്യം?
അപ്പോൾ എൻ്റെ ഒരു മെൻറ്റർ പുള്ളിയോട് പറഞ്ഞു, അതെടാ മോനെ ചെറുതനെ ഒരു സസ്യം, നീ ദേഹത്ത് കുറച്ച് വാരി തേക്കാൻ പറഞ്ഞു. ലാഘവത്തോടെ, വളരെ ലാഘവത്തോടെ. നമ്മുടെ ഇടയിൽ ഇല്ലെന്നൊന്നും ചിന്തിക്കില്ല. ഞാൻ ഈ ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്നൊരു പയ്യൻ്റെ അപ്പം പറഞ്ഞിങ്ങനെയാണ്, വയലൻ്റ് ആകുമ്പോൾ അവൻ അപ്പനെ ഇങ്ങനെ ഭിത്തിയെ പൊക്കി കയറ്റും. ക്യാമ്പിലൊക്കെ വന്നിട്ടൊരു പയ്യനാ. സോ നിങ്ങളുടെ ലൈഫിനെ അതെത്ര ഫ്രണ്ടാണെങ്കിലും നിങ്ങൾ ഒരിക്കലും താളം തെറ്റിക്കാൻ നോക്കിക്കേ. ഈ മോളെ നോക്കിക്കേ, ഓഡിയോ ഉണ്ടല്ലോ അല്ലേ, ഈ മോൾ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് കാണണേ. അച്ഛാ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് മാറിയായിരിക്കും കൊടുത്തത്. കുഴപ്പമില്ല, ഈ വീഡിയോയുടെ ഉള്ളൂ, ഇനി എൻ്റെ വീഡിയോ ഇതിനകത്തില്ല. നിങ്ങൾ ആ കരച്ചിൽ ശ്രദ്ധിച്ചോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കരയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും ആഗ്രഹിക്കും. ബ്രദേഴ്സ്, നമ്മുടെ സിസ്റ്റേഴ്സ് ഇങ്ങനെ കരയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സോ എവിടെയെങ്കിലും നമ്മുടെ സഹോദരിമാർ എവിടെയെങ്കിലും ഒരു അപകടത്തിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ സേവ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുക. ഈ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത, യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത, നമുക്ക് വിശുദ്ധനായൊരു ദൈവമുണ്ട്, ഇല്ലേ? നമുക്ക് വിശുദ്ധനായൊരു ദൈവമുണ്ട്. ഈ ലോകത്തിലെ ചില ഇതര മതങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ 49 ഉടായ്പകളും കാണിച്ചു. നിങ്ങൾ കള്ളക്കടത്ത് നടത്തിക്കോ, നിങ്ങൾ റേപ്പ് ചെയ്തോ, നിങ്ങൾ കുഴൽപ്പണം നടത്തിക്കോ, MDMA വിറ്റോ, ആൾക്കാരെ വേണേൽ കൊട്ടേഷൻ കൊടുത്തോ, എന്നാ വേണമെങ്കിലും ചെയ്തു. പക്ഷെ 51 നല്ല കാര്യം ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും. ഡസ് ഇറ്റ് മേക്ക് സെൻസ്? നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് പൈസ കൊടുക്കുക, കുറേ പാവങ്ങളെ സഹായിക്കുക, ഭക്ഷണം മേടിച്ചു കൊടുക്കുക, വീട് വെച്ച് കൊടുക്കുക. ഈ 49നെ 51 കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റുമോ? സോ തെറ്റാണ്. സോ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധനായ ഒരു ദൈവത്തെയാണ് നമ്മൾ പിൻപറ്റുന്നത്. സോ നെവർ എവർ കോംപ്രമൈസ്. പ്രാർത്ഥിക്കുന്ന, ഭക്തരാകുന്ന ദൈവദാസന്മാരുടെ, ദൈവസഭയുടെ, മാതാപിതാക്കളുടെ പ്രാർത്ഥനയെ, ദൈവസ്നേഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഓടിയാകലല്ല. ഞാൻ എപ്പോഴും നമ്മുടെ ഗേൾസിനെ കാണും പറയും, ഒരു കറുത്ത ചാക്കിൽ അവസാനിക്കാനുള്ളതല്ല നിങ്ങളുടെ ലൈഫ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മക്കളെ? നിങ്ങളുടെ ലൈഫ് ഒരു കറുത്ത ചാക്കിൽ ഒരിക്കലും ഒടുങ്ങിപ്പോകരുത് എന്ന് ഞങ്ങൾ ക്രിസ്തുവിൽ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുകയാണ്. 6ാമത്തെ കാര്യം, ഇൻഫാക്ച്വേഷനിൽ ഭയങ്കര ഇൻസെക്യൂറാണ്. അതായത് നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ചെയ്തില്ല, അപ്പോൾ ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഭയങ്കര വൈൽഡായിട്ടൊക്കെ ചിന്തിക്കും, ആൾ എന്ത് ചെയ്യുക, വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ, വേറെ ആരെങ്കിലുമായിട്ട് സംസാരിക്കുവാണോ, അങ്ങനെ ഭയങ്കര ഇൻസെക്യൂർ ആയിരിക്കും. പക്ഷേ ട്രൂ ലവ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ട്രൂ ലവിൽ ഇപ്പം നമ്മൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലോ, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ചെയ്തില്ലെങ്കിലോ ഒന്നും യു ആർ നോട്ട് തിങ്കിങ് ദാറ്റ് അയ്യോ വേറെ എന്തെങ്കിലും അഫെയർ ഉണ്ടോ, വേറെ ആരോടെങ്കിലും സംസാരിക്കുവാണോ, അങ്ങനെ ആരോടെങ്കിലും സംസാരിച്ചാൽ ഡൗട്ടോ, അങ്ങനെയൊന്നും ട്രൂ ലവിൽ ഒരിക്കലും വരത്തില്ല. ചിലർ പറയും, അച്ചാച്ചാ ബ്ലൂ ടിക്ക് വന്നിട്ടുണ്ടല്ലോ, 3 മണിക്കൂർ കഴിഞ്ഞ് അവൾ റിപ്ലൈ തന്നേ, ഈ 3 മണിക്കൂർ അവൾ എവിടെ ആയിരുന്നു? ബ്ലൂ ടിക്കേ. ഒട്ടും സെക്യൂർ അല്ല, ഇൻസെക്യൂർ ആണ് പലപ്പോഴും ഇൻഫാക്ച്വേഷനിൽ. നോക്കിക്കേ, ഇത് കോട്ടയത്ത് നമ്മുടെ അടുത്ത് നടന്നൊരു വാർത്തയാണ്. നോക്കിക്കേ, ബോയ് അവർ തമ്മിൽ അഫെയർ ആയിരുന്നു, എന്തോ കാര്യം പറഞ്ഞു, അവളുടെ ഫോൺ മേടിച്ചുകൊണ്ട് പോയി. അവൻ വീട്ടിൽ കൊണ്ടുപോയി 2 ആഴ്ചയും തിരിച്ചു കൊടുത്ത വഴി അവൾ ഫോൺ എടുത്ത് ഓണാക്കി. ശ്രദ്ധിച്ച് നോക്കണേ, ഓണാക്കിയിട്ട് അവൾ അമ്മയെ വിളിച്ചു. അമ്മേ, ഇവൻ വട്ടം പിടിച്ചിരിക്കുകയാണ്, വിടുന്നില്ല. ഇത്രേ പറഞ്ഞുള്ളൂ. 10 രൂപയുടെ കത്തി കൊണ്ട് വോക്കൽ കോഡ് കട്ട് ചെയ്ത് കളഞ്ഞു. മക്കളെ, ഇതെല്ലാം ഒരുപക്ഷെ നിങ്ങളുടെ റീൽസും നിങ്ങളുടെ അക്കാഡമിക്സ് ഒക്കെ ഫോക്കസ് ചെയ്യുമ്പം നിങ്ങളുടെ ചുറ്റും നടക്കുന്ന പല വാർത്തകളെ ഒരുപക്ഷെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. സോ അപകടങ്ങൾ നിറഞ്ഞൊരു ലോകത്ത് യാത്ര ചെയ്യുമ്പം യു ഷുഡ് ബി വെരി കെയർഫുൾ. നിങ്ങളുടെ ലൈഫ്, അതിൻ്റെ മൂല്യം നിങ്ങൾ എപ്പോഴും തിരിച്ചറിയണം. പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും, പണ്ടത്തെ റൊമാൻസിൻ്റെ പിക്ചർ എന്ന് പറയുന്നത് ഒരു ഹാർട്ട്, അല്ലെങ്കിൽ ഒരു ഹാർട്ടോ, അല്ലെങ്കിൽ റോസാപ്പൂവോ അരയന്നവോ, അല്ലെങ്കിൽ പഴയ പാട്ടുകളൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്നത്തെ റൊമാൻസിൻ്റെ പലപ്പോഴും ചിഹ്നം എന്ന് പറയുന്നത് തോക്കും, ആസിഡും, മണ്ണെണ്ണയും, കത്തിയും, ബ്ലേഡും ഒക്കെയാണ്. സോ നിങ്ങൾ എപ്പോഴും തിരിച്ചറിയണം നിങ്ങളുടെ ലൈഫ്, അതിൻ്റെ മൂല്യം നിങ്ങൾ തിരിച്ചറിയണം. 7ാമത്തെ കാര്യം, ഇൻഫാക്ച്വേഷനിൽ ഹാപ്പിനെസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മൊമെൻറ്റ്സ് ഓഫ് ഹാപ്പിനെസ് ഉണ്ട്, പക്ഷെ ഒരിക്കലും ലാസ്റ്റിംഗ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നമുക്ക് ബൈബിളിൽ തന്നെ ഒരു നല്ല എക്സാമ്പിളാണ് സമരിറ്റൻ വിമൻ, അല്ലേ? ശമര്യക്കാരത്തി സ്ത്രീ. ഒത്തിരി റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ റിലേഷൻഷിപ്സ് ഒന്നും ലാസ്റ്റിംഗ് സാറ്റിസ്ഫാക്ഷൻ കൊടുത്തില്ല. പക്ഷേ ട്രൂ ലവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ട്രൂ ലവ് വിൽ നോട്ട് റഷ്, ഇറ്റ് ഈസ് വെരി മെച്യൂർ, ഇറ്റ് വിൽ വെയിറ്റ്. നമ്മൾ ആദ്യം വെയിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. എന്തിനാ വെയിറ്റ് ചെയ്യേണ്ടത്, വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ എന്തുവാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. സോ വളരെ വെയിറ്റ് ചെയ്ത് മെച്യൂറായിട്ട് പ്രാർത്ഥിച്ച് മാത്രമേ ട്രൂ ലവ് വിൽ ഡിസൈഡ്. സോ ലിവിങ് റിലേഷൻഷിപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ് സമരിറ്റൻ ലേഡി. അല്ലെ, ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അടുത്തയിലേക്ക് പോയി, പക്ഷെ ദൈവത്തെ കണ്ടുമുട്ടിയപ്പം അവളുടെ ലൈഫിനെ യൂ ടേൺ എടുത്തു. ഒരു പക്ഷേ ഈ ക്യാമ്പിൽ പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ലൈഫ് പലപ്പോഴും ആരും അറിയാത്ത ഈ മേഖലയിലായിരിക്കും. പക്ഷേ സമരിറ്റൻ ലേഡിയുടെ സ്റ്റോറി പറയുന്നത് ഇങ്ങനെയാണ്. ഹിസ്റ്ററി പറയുന്നു, ദൈവത്തിന് വേണ്ടി അവൾ ഡിസിഷൻ എടുത്തപ്പം ഷീ നെവർ റിപ്പീറ്റഡ് ദാറ്റ് മിസ്റ്റേക്ക്. അവളെ ഒരു രക്തസാക്ഷിയായി മാറിയെന്നാണ് സഭയുടെ ചരിത്രം പറയുന്നത്. സോ ഞാൻ നിങ്ങളെ ക്രിസ്തുവിൽ എൻകറേജ് ചെയ്യുക, നെവർ റിപ്പീറ്റ് ദോസ് മിസ്റ്റേക്സ്. കർത്താവിലേക്ക് കടന്നു വരിക. ലക്ഷ്യബോധമുള്ള ആൾക്കാർ ഒരിക്കലും വഴിയോര കാഴ്ചകളിൽ മയങ്ങിപ്പോകരുത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു പാർട്ടിലേക്ക് പോവുകയാണ്. ലവിൽ നമ്മൾ ഇൻഫാക്ച്വേഷനിലെത്തി, ഇൻഫാക്ച്വേഷനും ലസ്റ്റും. ഒത്തിരി ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ബട്ട് ഐ ആം ഫാൻറ്റസൈസിങ് അബൌട്ട് ദിസ് പേഴ്സൺ. ഞാനൊരു വ്യക്തിയെപ്പറ്റി ഭയങ്കര റൊമാൻറ്റിക്കായി ചിന്തിക്കുന്നുണ്ട്, ഇസ് ദാറ്റ് ഓക്കെ? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ വിചാരിക്കും ഈ ഫാൻറ്റസി ഓക്കെയാണ്, പക്ഷേ ഈ ഫാൻറ്റസൈസ് ചെയ്തുകൊണ്ട് എപ്പോഴും ഇരുന്നാൽ അത് അവിടെ നിൽക്കത്തില്ല. ഇറ്റ് വിൽ മൂവ് ഇൻ ടു ലസ്റ്റ്, കാമം, അതിലേക്ക് മൂവ് ചെയ്യും. സോ നിങ്ങൾക്ക് ഈ എപ്പോഴും ആ ഫാൻറ്റസിയിലായിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു. സോ നമ്മളിവിടെ ഒന്നാമത് നോക്കാൻ പോകുന്നത് ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിയൽ. സോ നിങ്ങളൊരു നോർമൽ ഹ്യൂമൻ ബീങ് ആണോ, ശാരീരികമാകുന്ന അട്രാക്ഷൻ ഉണ്ടാവും. ഞാനിത് പറയുമ്പം ഒരിക്കൽ ഞാനൊരു ക്യാമ്പിൽ ഇതിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച ഒരു ആൻറ്റിയെ കണ്ടു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ബ്രദർ ക്യാമ്പിൽ എന്തോ പഠിപ്പിച്ചേ? ഞാൻ പറഞ്ഞു, എന്ത് പറ്റി ആൻറ്റി? ബ്രദർ പറഞ്ഞു, ഇത് നോർമലാണ്, ഇപ്പം എൻ്റെ പയ്യൻ എല്ലാ പെൺപിള്ളേരുടെയും പുറകെ പോവുക. സോ ഞാൻ ഈ പറയുമ്പോൾ അതിനൊരു ബ്രാക്കിലിട്ടാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, സാധാരണ പിതാക്കന്മാരെല്ലാം പറയുന്നൊരു ആൻസർ ഇതാണ്. ഇപ്പം നമ്മളിപ്പോൾ കുന്നന്താനത്ത് ഇരിക്കുക, അല്ലേ? ഈ കുന്നന്താനത്തിൻ്റെ മുകളിലൂടെ അല്ലെങ്കിൽ ഈ ക്യാമ്പ് സൈറ്റിൻ്റെ മുകളിലൂടെ പക്ഷികൾ പറക്കരുത് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ അത് തലയ്ക്കൊരു കൂട് വെക്കലിൽ നമുക്ക് പറയാൻ പറ്റും. സോ എപ്പോഴും തിരിച്ചറിയേണ്ടത്, തലയിൽ കൂട് വെക്കാൻ നമ്മൾ ഒരിക്കലും ഇതിനെ അനുവദിക്കരുത്. We always say that lust, you should know its power and know its danger. അത് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡാമേജിങ്. പ്രത്യേകിച്ച് സംടൈംസ് ഞങ്ങൾക്ക് ഫോൺ കോൾസ് വരും, പ്രഗ്നൻസി ഉണ്ട്, അബോർഷൻ ചെയ്യണം, ആരെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. ഇത് വളരെ ഈസിയായ ഒരു കാര്യമല്ല. ഇറ്റ്സ് വെരി ഹേർട്ടിങ് ആൻഡ് ഒത്തിരി ഇമോഷണൽ റോളർ കോസ്റ്റൽസിൽ കൂടെ പോകുന്ന ഒരു സമയമാണ്. സോ ദാറ്റ്സ് വൈ ഞങ്ങൾ യങ് ഫ്രണ്ട്സിനോട് എപ്പോഴും പറയും, ഇറ്റ്സ് നോട്ട് ഓക്കെ ടു ഫാൻറ്റസൈസ് ഓൾവേസ്. കാരണം അത് അതിൻ്റെ ആക്ഷൻസിലേക്ക് പോകും. ആൻഡ് ഈ ശരിക്കും ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് വെച്ചാൽ, നമുക്ക് ആത്മാവിൻ്റെ ഫലമായ സെൽഫ് കൺട്രോൾ വേണം. അത് വെൻ ഐ വാസ് യങ് ഐ തോട്ട് ഇത് ടീനേജേഴ്സിനെ സെൽഫ് കൺട്രോളിൻ്റെ പ്രശ്നമുള്ളത്, അല്ലെങ്കിൽ ദോസ് ഹു ആർ സിംഗിൾ ഹാവ് ടെംപ്റ്റേഷൻസ്. ബട്ട് ഐ ആം നോ മാരിഡ് ഫോർ മെനി ഇയേഴ്സ്. സോ നൗ ഐ ക്യാൻ സേ ആക്ച്വലി നമുക്ക് സെൽഫ് കൺട്രോൾ എല്ലാ പ്രായക്കാർക്കും എല്ലാ സമയത്തും വേണം. എല്ലാ കാര്യങ്ങളിലും വേണ്ട ഒരു കാര്യമാണ് സെൽഫ് കൺട്രോൾ എന്നുള്ളത്. നമുക്ക് ബൈബിളിൽ ഒരു വാക്യം വായിക്കാം. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 28. മത്തായി സുവിശേഷം 5-ാം അധ്യായം 28-ാമത്തെ വാക്യം. നിങ്ങൾക്ക് സ്ക്രീനിലെ വാക്യം കാണാമല്ലോ, ഉറക്കെ വായിക്കണേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇതിൻ്റെ മലയാളം കൂടെ ഒന്ന് വായിക്കാം. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഒന്ന് വായിക്കാമോ മലയാളം? റെഡി, 1 2 3 സ്റ്റാർട്ട്. സോ നമുക്ക് ദൈവവചനം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇറ്റ്സ് നോട്ട് ഓക്കെ ടു ഫാൻറ്റസൈസ്. അല്ല, നിങ്ങളിപ്പം പറയുക, ഞാൻ പുറത്തൊന്നും ചെയ്യുന്നില്ല, ഞാൻ ചിന്തിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ദൈവവചനം പറയുന്നത് നിങ്ങളൊരു തെറ്റായാണ് നോക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഈക്വലൻ ടു അഡൾട്ടറി. സോ നമ്മൾ നോക്കി ഇതൊക്കെയാണ്. ലവ് ഈസ് നോട്ട് ഇൻഫാക്ച്വേഷൻ, ലവ് ഈസ് നോട്ട് റൊമാൻസ്, ലവ് ഈസ് നോട്ട് ലസ്റ്റ്. സോ ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഇനി എന്താ ലവ്? വാട്ട് ഈസ് ലവ്? അതിൻ്റെ ഡെഫിനിഷൻ എന്താ?
നമുക്ക് ബൈബിളിലേക്ക് നോക്കാം. 1 Corinthians chapter 13 verse 4-8. നമ്മൾ 1 കൊരിന്ത്യർ 13 അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യം. എനിക്ക് തോന്നുന്നു മലയാളം വായിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ, എനിക്കൊന്ന് മിക്കവരും വായിക്കുന്നത് അല്ലേ? സോ ലെറ്റ്സ് റീഡ് ദ മലയാളം വേഴ്സ്. ഒന്ന് ഉറക്കെ വായിക്കണേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇത് ബൈബിളിലെ ഒരു സ്നേഹത്തിൻ്റെ ചാപ്റ്റർ അല്ലേ? വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ചാപ്റ്ററാണ്. നമ്മളിനി ഇതിനെ ഒന്ന് വേറെ രീതിയിലൊന്ന് വായിക്കാൻ പോവുകയാണേ. സോ ഇവിടെ നിങ്ങൾ ബുള്ളറ്റ് പോയിൻറ്റ്സ് കണ്ടോ? ഈ ബുള്ളറ്റ് പോയിൻറ്റ്സിൻ്റെ അവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് ഇറക്കാൻ പോവുക. എന്നിട്ട് പേര് ചേർത്ത് വായിക്കണം. ഫോർ എക്സാമ്പിൾ, ബ്ലൂ ഷർട്ടിട്ട ബ്രോയുടെ പേരെന്തായിരുന്നു? അശ്വിൻ വായിക്കും പറയണം, അശ്വിൻ ദീർഘമായി ക്ഷമിക്കുകയും. മോടെ പേരെന്തായിരുന്നു? നിസി പറയണം, നിസി ദയ കാണിക്കുകയും ചെയ്യുന്നു. മോടെ പേരെന്തായിരുന്നു? ഷെറിൻ പറയണം, ഷെറിൻ സ്പർദ്ധിക്കുന്നില്ല. മോടെ പേരെന്തായിരുന്നു? ടിറ്റി പറയണം, ടിറ്റി നിഗളിക്കുന്നില്ല, ടിറ്റി ചീർക്കുന്നില്ല. സോ നമ്മൾ അങ്ങനെ വായിക്കാൻ പോവാണ്. ഓക്കെ, എല്ലാവരും നിങ്ങളുടെ പേര് ചേർത്ത് വായിക്കണം കേട്ടോ. സോ ഉറക്കെ വായിക്കണേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ശബ്ദം പോരാ. കഴിഞ്ഞോ? ഐ തിങ്ക് സം ഓഫ് യു കാൺ റീഡ് മലയാളം അല്ലേ? മലയാളം വായിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ? ഓക്കെ, ഫൈൻ. ഓക്കെ, ഐ വിൽ പുട്ട് ഇംഗ്ലീഷ് വേഴ്സസ്. 1 second. ഓക്കെ, സോ യു ക്യാൻ സീ ദ വാട്ട്സ് യുവർ നെയിം? മോളുടെ പേരെന്താ മോളെ? താര. Karen. Oh, wonderful. Karen is patient, Karen is kind, Karen does not envy. വായിക്കാവോ? അപ്പോൾ എല്ലാവരും Karen ഒരു സപ്പോർട്ട് കൊടുക്കണം. ഇംഗ്ലീഷ് വായിക്കാൻ പോണേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഈസി ആണോ വായിക്കാൻ? പക്ഷെ എന്തുകൊണ്ടാണ് സൗണ്ട് വരാത്തെ? പേര് ചേർക്കുമ്പോൾ ഈസി ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇംഗ്ലീഷ് വായിക്കാൻ ഈസി ആണോ എന്നല്ല. ഇറ്റ്സ് എ ടഫ് ടാസ്ക് അല്ലേ? സോ എപ്പോഴും ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ പേര് ചേർത്ത് വെക്കണം. ഈ വാക്യം വായിപ്പിക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് സ്നേഹം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മൾ ദൈവവചനത്തിൽ നോക്കുവാണെങ്കിൽ സ്നേഹത്തിൻ്റെ ആ ഒരു പ്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് ഭയങ്കര ഹൈ ആണ് അല്ലേ? അപ്പം നമ്മൾ സ്നേഹമാണെന്ന് വിചാരിച്ചിരുന്ന പല സാധനങ്ങളുണ്ട്. റൊമാൻസും ഇൻഫാക്ച്വേഷൻ, ലസ്റ്റ്, അതൊന്നും അല്ല ശരിക്കും ട്രൂ ലവ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ ദൈവവചനം നമ്മുടെ ലൈഫിൻ്റെ എല്ലാ ഏരിയസിലും അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ ചോദിക്കും, ഈ ഡ്രസ്സ് ഓക്കെ ആണോ, ഫിലിം കാണുന്നത് ഓക്കെ ആണോ, ഈ റിലേഷൻഷിപ്പ് ഓക്കെ ആണോ? നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ലവ് ഡസ് നോട്ട് റിജോയ്സസ് ഇൻ ഈവിൽ. ഒരിക്കലും തെറ്റായ രീതിയിൽ സന്തോഷിക്കത്തില്ല. അപ്പം നമുക്ക് ഈ വചനം ഭയങ്കര നമ്മളൊരു ക്ലെൻസ് ചെയ്യുന്ന ഒരു വചനമാണ്. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും മനസ്സിലാക്കണം, ലവിൻ്റെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറഞ്ഞു, ഗോഡ്ലി സ്റ്റാൻഡേർഡ്സ് എപ്പോഴും ഹൈ ആണ്. ഓക്കെ, നമ്മളിനി 4 റെഡ് ഫ്ലാഗ്സ് നോക്കാൻ പോവാണ്. 4 റെഡ് ഫ്ലാഗ്സ്. പലപ്പോഴും നമ്മൾ ഈ സെഷൻസ് ചെയ്യുമ്പം നമുക്ക് ഒരു ഡൗട്ട് നോർമലി തോന്നും. സോ ഈസ് ഇറ്റ് റോങ് ടു ടോക്ക് ടു ബോയ്സ് ഓർ ഗേൾസ്? സംസാരിക്കാനേ പാടില്ലേ? നമുക്ക് ഫ്രണ്ട്ഷിപ്പ് പോസിബിൾ ആണോ എന്നൊക്കെ ഡൗട്ട്സ് തോന്നാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ബോയ്സ് ആൻഡ് ഗേൾസ് നിങ്ങൾ ഹെൽത്തി ആയിട്ട് സംസാരിച്ച് പഠിക്കണം, ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ പഠിക്കണം. പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്സിൽ നിങ്ങൾ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വി സേ റെഡ് ഫ്ലാഗ്സ്. നിങ്ങൾ പറയത്തില്ല ക്ലാസ്സിൽ ഇത് റെഡ് ഫ്ലാഗ് ആണെന്നൊക്കെ പറയത്തില്ല. സോ അങ്ങനെ ഒരു 4 കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 10 മിനിറ്റ് നമ്മുടെ മുമ്പിലുള്ളൂ. ഓക്കെ, നമ്പർ 1, പൊസസീവ്നെസ്.
സോ പൊസസീവ്നെസ് പറഞ്ഞാൽ നിങ്ങളെ ആരെങ്കിലും ഭയങ്കരമായി കൺട്രോൾ ചെയ്താൽ, ഇപ്പം എന്നോട് പല ഗേൾസും പറഞ്ഞിട്ടുണ്ട്, സം ഫ്രണ്ട്സ് അവർ എല്ലാം മീൻസ് എന്താ പറയുന്നത്, ഈവൻ പാസ്വേഡ്സ് ഷെയർ ചെയ്യണം, എപ്പോഴും ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യണം. ഇപ്പോൾ ഗേൾസ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, ആദ്യം വിചാരിച്ചേ ഇവൻ എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന്, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായത് ഇവൻ ഭയങ്കര സെൽഫിഷാണ്. ഈസ് ട്രൈങ് ടു കംപ്ലീറ്റ്ലി കൺട്രോൾ യു. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ്, വെദർ എ ബോയ് ഓർ എ ഗേൾ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കത്തില്ല. പ്രത്യേകിച്ച് നാസിസ്റ്റ് ബിഹേവിയേഴ്സ് ഭയങ്കരമായിട്ട് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളൊരു കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ടെസ്റ്റിംഗ് ബൗണ്ടറീസ്. ഞങ്ങൾ ഈ കാലത്ത് ഒത്തിരി എംഫസിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ഹെൽത്തി ബൗണ്ടറീസ് വേണം ഇൻ എവറിത്തിങ്, എസ്പെഷ്യലി ഇൻ റിലേഷൻഷിപ്സ്. അതായത് ആരെങ്കിലും നിങ്ങളോട് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്താൽ, അതൊരു ലുക്സിലായിക്കോട്ടെ, വേർഡ്സിലായിക്കോട്ടെ, ടച്ചിലായിക്കോട്ടെ, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. വി റിയലി വോണ്ട് ടു എംപവർ യു ടു റെസ്പോണ്ട്. നോ പറയാനും, യു കാൻ ഡു ദിസ് ടു മീ എന്ന് പറയാനും, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് എന്ന് പറയാനും നിങ്ങൾ ശരിക്കും എംപവേർഡ് ആയിരിക്കണം. പിന്നെ ഓഫ് കോഴ്സ് നമ്മളോട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അൺനെസസറി ആയിട്ടുള്ള കോൾസ് ആൻഡ് ചാറ്റ്സ്. പിന്നെ എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ വളരെ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എപ്പോഴും ഒരു ഡേഞ്ചർ സൈൻ ഉണ്ടാവും. ഞാൻ ഒരു സെൻറ്റൻസ് കൂടെ പറയാം. പലപ്പോഴും ബോയ്സും ഗേൾസും ഫേസ് ചെയ്യുന്നൊരു ചലഞ്ചാണ്, നിങ്ങളെ ആരെങ്കിലും അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെവർ എവർ ബി സൈലൻറ്റ്. അതൊരു പക്ഷേ പലപ്പോഴും ചിലർ പറയും അവർ ബന്ധുക്കളാ, പ്രായമുള്ളവരാ, അങ്കിളാ, മുതിർന്നയാളാ, ചർച്ചിലായിരിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം, സമൂഹത്തിൽ വലിയ പൊസിഷനുള്ള ആളായിരിക്കാം. സോ നിങ്ങൾ എപ്പോഴും തിരിച്ചറിയണം, നിങ്ങളാണ് വലുത്, നിങ്ങളുടെ ലൈഫാണ് വലുത്. സോ അതിനെ നിങ്ങൾ എന്താ പറയേണ്ടത്, അത് നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് നിങ്ങൾ ഉരുകി നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. യു ഷുഡ് റെസ്പോണ്ട്. ഞാൻ അടുത്ത സെഷനിലും അത് കൂടുതൽ പറയാം. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ യങ്സ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്നൊരു ചലഞ്ച്, പ്രത്യേകിച്ച് അവർ റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ എല്ലാവരും ഉപയോഗിച്ച് അവർ നല്ല ബിഹേവിയർ ആയിരിക്കും, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം അവരുടെ ഡിഫറെൻറ്റ് ബിഹേവിയർ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ. കാര്യം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു പ്രായത്തിലായിരിക്കത്തില്ല. സോ നിങ്ങളാണ് വലുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പപ്പയോടോ മമ്മിയോടോ പറയണം. ഇനി അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പാസ്റ്ററോട് പറയണം, സൺഡേ സ്കൂൾ ടീച്ചറോട് പറയണം. ആർക്കും മനസ്സിലാകുന്നില്ലെങ്കിൽ നിയമ സംവിധാനങ്ങളുണ്ട്. സോ യു ഷുഡ് ഓൾവേസ് റെസ്പോണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നിങ്ങളുടെ ബുക്കിലെല്ലാം കുറിച്ച് വെച്ചോണേ, നെവർ അലൗ എ തേർഡ് പേഴ്സൺ ടു കൺട്രോൾ യുവർ ലൈഫ് അതർ ദാൻ ഗോഡ് ആൻഡ് പേരൻസ്. ദൈവവും നിങ്ങളുടെ മാതാപിതാക്കളും അല്ലാതെ മൂന്നാമതൊരാൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം എടുക്കരുത്. ആക്ച്വലി എറണാകുളത്തൊരു മോഡേൺ ഡെഡ് ബോഡി ഒരു പാലത്തിൻ്റെ താഴെ വീണ് കിടന്ന സമയത്ത് ലിൻ്റെ പറഞ്ഞൊരു വേർഡ്, അച്ഛാ പഠിക്കാൻ മിടുക്കി, സ്കൂളിൽ മിടുക്കി, പള്ളിയിൽ മിടുക്കി, പക്ഷെ പപ്പയും മമ്മിയും അറിയാത്തൊരു റിലേഷൻഷിപ്പ് അവൾക്കുണ്ടായിരുന്നു. സോ നെവർ അലൗ എ തേർഡ് പേഴ്സൺ ടു കൺട്രോൾ യുവർ ലൈഫ് അതർ ദാൻ ഗോഡ് ആൻഡ് പേരൻസ്. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. സോ നെവർ എവർ ഫോർഗെറ്റ് ദിസ്. സോ നോക്കിക്കേ, നമ്മുടെ ഇടയിൽ വളരെ മിടുക്കരായ പെമ്പിള്ളേരെ പഠിപ്പിക്കാൻ വിട്ടതാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ്സുകളൊക്കെയാണ് അതർ റിലേഷൻഷിപ്സ്, അതർ ഫെയ്ത്ത് റിലേഷൻഷിപ്പ്. നോക്കിക്കേ, എൻ്റെ കയ്യിൽ ഒത്തിരി ഡാറ്റാസ് യൂട്യൂബിലൊക്കെ വൈറലാണ്. പക്ഷേ ലവർ എന്ന് പറയുന്നത് MDMA മെയിൻ ഡീലറാണ്. സോ നിങ്ങൾ എപ്പോഴും തിരിച്ചറിയണം, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. മൂന്നാമത്തെ കാര്യം, ഈ അബൌട്ട് ഫ്രണ്ട്ഷിപ്സ്, എന്നോട് ചില ഗേൾസ് പറയും, ചേച്ചി എൻ്റെ ഫ്രണ്ട്ഷിപ്സിൽ എല്ലാവരും ബോയ്സാണ്, എനിക്ക് ഗേൾസ് ഫ്രണ്ട്സ് ആയിട്ടില്ല. അതുപോലെ ബോയ്സും അങ്ങനെ പറയും, എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ എല്ലാവരും ഗേൾസാണ്, ബോയ്സ് ഇല്ല. പക്ഷേ എപ്പോഴും ഒരു ഹെൽത്തി ഒരു മെൻറ്റൽ ഡെവലപ്മെൻറ്റിന് നിങ്ങൾക്ക് സെയിം ജെൻഡറിലുള്ള ഫ്രണ്ട്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവണം. ചിലപ്പോൾ ഇത് ഭയങ്കര ബോൾഡായിട്ട് പറയുന്ന ഒരു കാര്യമായിരിക്കും, എനിക്ക് എല്ലാം ബോയ്സാ, ഓപ്പോസിറ്റ് ജെൻഡർ മാത്രമാണ് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ബട്ട് ദാറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു ഇൻ എ ഹെൽത്തി മെൻറ്റൽ ഡെവലപ്മെൻറ്റ്. നാലാമത്തെ കാര്യം, നമ്മുടെ ഇടയിൽ ഭയങ്കരമായി ചെയ്യുന്ന ഒരു കാര്യമാണ് സ്പിരിച്വലൈസിങ്. അതായത് പ്രത്യേകിച്ച് ബിലീവർ ആണെങ്കിൽ, സെയിം ചേർച്ചിലൊരാളാണെങ്കിൽ, നിങ്ങൾ പറയും നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ ആണെന്ന് ചിന്തിക്കും. പക്ഷെ നമ്മൾ കണ്ടു അല്ലേ, ദൈവവചനത്തിൽ കണ്ടു, ദൈവത്തിൻ്റെ പ്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് എപ്പോഴും ഹൈ ആണ്. ഒരു ബിലീവർ ആണെന്ന റീസൺ കൊണ്ട് നിങ്ങൾ വെരി യങ് ഏജ് റിലേഷൻഷിപ്പിലേക്കൊന്നും പോകല്. വെരി പ്രെയർഫുൾ ആണെന്ന് പറയും, പ്രസംഗിക്കുമെന്ന് പറയും, പാടുമെന്ന് പറയും. നിങ്ങൾ എപ്പോഴും
എപ്പോഴും പറയുന്നത് നിങ്ങളുടെ ഒരു മാരേജബിൾ ഏജ് അത് ജസ്റ്റ് ഒരു ലീഗൽ ഏജ് അല്ല, ശരിക്കും വെൻ യു ആർ റെഡി ഫോർ മാരേജ് ആൻഡ് യു ആർ കൺസിഡറിങ് എ പേഴ്സൺ, അങ്ങനെ ഉള്ളപ്പോഴേ നിങ്ങൾ ശരിക്കും ഒരു പേഴ്സണെ കൺസിഡർ ചെയ്യാവുള്ളൂ. അതുവരെ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ പോകുന്നത് ഒരിക്കലും ഒരു ഗോഡ്ലി ആയ കാര്യമല്ല.